എത്ര തൊണ്ട് കയറിയിട്ടും കാര്യമില്ല. നമ്മളെ എല്ലേടി മോൻ ഓന് തോന്നാണ്ട് ഓൻ കിടക്കാൻ നടക്കൂല. ഓന് തോന്നുമ്പോഴേക്ക് ചോറ് കാലാവും. ആവണല്ലോ. ഓൻ തുള്ളുന്നതിനൊക്കെ കൂടെ തുള്ളി ഇയല്ലേ ഓൻ എങ്ങനെയാക്കിയ. ഞായറാഴ്ചയല്ലേ മക്കളെ, ഓൻ കിടന്നോട്ടെ. ഞായറാഴ്ചയായിട്ട് കുറച്ചു നേരം ഉറങ്ങാനും സമയക്കൂല. പോയിട്ട് കിടന്ന് ഉറങ്ങണ്ടോ? എണീറ്റിട്ടില്ല. കുഴപ്പമില്ല, വിളിച്ചോക്ക. ആരെ എടുക്കില്ല. നോക്കാലോ, കിടക്കുന്ന കിടപ്പുണ്ടോ? പാണ്ടിത്തേണ്ടി സമയം എണീക്കടാ. എമ്മ കോയിപ്പേൻ ചങ്ങയ്യ എന്തിനാ രാവിലെ പോയി പല്ലേക്കടാ. മതി വിട്ടോ. പഞ്ചാരണ്ടോ? കുഴപ്പമില്ല, ബൈക്ക് ഈ എടുക്കൂലേ? ഈ ഓടിച്ചാ മതി. എന്താടാ നടക്ക്. പഠിച്ചോനെ ഉമ്മു ഞാൻ ഇറങ്ങാ. കലുമാറ്റിക്ക. ഉമ്മു, എന്താണ് ചെറുക്കാ? ഉമ്മുവിന്റെ ഗ്രേ ടീഷർട്ട് അവിടെ അവിടെ കാണും, നീ നല്ലോണം നോക്ക്. ഇവിടൊന്നും കാണുന്നില്ല. എന്നാ ചേർന്നുണ്ടാവും. ചേരില്ലോ ഉമ്മു, ഇന്ന് കോളേജ് തുടങ്ങാണെന്ന് അറിയില്ലേ? ഗുഡ് മോർണിംഗ് സഖാവേ. ലാൽ സലാം. ഇഡ്ഡലിയാ ഉമ്മു, വേറൊന്നുമില്ല? വേണ്ടെങ്കിൽ കഴിക്കണ്ടടാ. എന്താണാവോ പതിവില്ല സാറിന് നേരത്തെ കോളയില്ലേ സമര? അതോ ഞാൻ എന്റെ മോൻ നന്നാകാൻ തീരുമാനിച്ച? നന്നാ, അതും സഖാവ് നരേന്ദ്രന്റെ മകൻ. നോ ചാൻസ്. ഫൈനലി അറച്ചാ. ഓ, സീനിയേഴ്സ്. ഓഹോ. അപ്പൊ കോളേജ് കുറച്ച് നേരത്തെ എത്തണ്ടേ? എത്തണം, എന്തായാലും എത്തണം. അത്താണ് സഖാ. അല്ല, ബാഗും ബുക്കൊന്നും ഇല്ലേ എനിക്ക്? ഇത് കുതിരയുടെ ചാവേൽ. എന്താടാ അത്? അത് കിടക്കോട്ടെ. അച്ഛാ, ഒരു 100 റുപ്യ ഉണ്ടാവും? 100 റുപ്യ? അനക്കപ്പം 100 റുപ്യ? 100 റുപ്യയിലും കുഴപ്പമില്ല, 50 മതി. ബൈക്കിൽ പെട്രോൾ അടിക്കാൻ. പെട്രോൾ അടിക്കാൻ 100 ഇല്ല 50 ഇല്ല. പെട്രോൾ ഇല്ലെങ്കിൽ ബസ് കയറി പോയാൽ മതി. ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ബസ്സിലും അതിലൊക്കെയാ കോളേജ് പോയിക്കൊണ്ടിരുന്നത്. അറിയാനൊക്കെ. എടാ ഞങ്ങൾ അന്ന്. അയ്യോ വേണ്ട, 100 റുപ്യ തന്നില്ലേലും കുഴപ്പമില്ല. ഈ കൺട്രി സ്റ്റോറി എനിക്ക് കേൾക്കാൻ വയ്യ. ലാൽ സലാം. ഓ, കൺട്രി സ്ഥലം. കറക്റ്റ്. അമ്മടത്തി രാവിലെ ബിസി ആണല്ലോ. നിന്റെ അച്ഛൻ കാണണ്ട. അച്ഛമ്മയാണ് അച്ഛമ്മേ, അച്ഛമ്മ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെന്ന് പറയില്ലടാ. പോയിട്ട് വരട്ടെ അല്ലേ? പോയിട്ട് വരട്ടെ. ഇതെന്താ ഇപ്പൊ? എന്താണ് കുതിര കുടിക്കാൻ?
ആളിയാ പറ. എവിടെ എത്തി? എവിടെ എത്തിയില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിലാ? അവിടെ എന്താക്ക? ഒന്ന് വേഗം വാ. ആളെ ഇന്ന് പുതിയ മക്കൾ ചേർന്ന ദിവസം ഇന്നെങ്കിലും കോളേജിൽ നേരത്തെ എത്തണം. ഒരു കാര്യം ചെയ്യ്, ഈ ഒരു കുപ്പിയിൽ ഇത്തിരി പെട്രോൾ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാ. എന്നൊരു കാര്യം ചെയ്യാ, ഞാൻ ബക്കൻ്റെ കൂടെ പോയിക്കോളാം. പെട്രോളൊക്കെ അടിച്ച് നല്ല ഉഷാറായിട്ട്. ഓക്കെ എടാ പാണ്ടി തേണ്ടി. അല്ല ചക്രവാണി, നമ്മളെ വിനോദ് സൗദിന്ന് വന്നു കേട്ട്. ആ വന്നിണ്ട്. എങ്ങോട്ടും പോലില്ല എന്ന് പറയുന്നിട്ട് എന്തായി? ഇനി പോണില്ല. ആന്താ അവിടെ ആകെ പ്രശ്നമാണ്. തീവ്രവാദവും ബേഡിയും പുകയും ആകെ ഇടങ്ങാറാന്ന്. അതിന്റെ ഇടയിൽ കൂടെ എന്നാളും കൂടി ഒന്ന് പൊട്ടിയിട്ടുള്ളൂ എന്ത്? ബോംബ്. ഓ ഓ ഓ അതിന്റെ ഇടയ്ക്ക് ഹലാക്കിന്റെ ഒരു നീതാക്കത്തും. ആന്ത് കത്താണ്ടാ? നീതാക്കത്ത് അതായത് ആ നാട്ടിലുള്ളവർക്ക് മാത്രം പണി കൊടുക്കുന്ന ഒരു ഏർപ്പാടാ. ആ അങ്ങനെ. ആ കത്തും കൂടി അടിച്ചു കിട്ടിയപ്പോ മൂപ്പര് അവിടുത്തെ പരിപാടിയൊക്കെ പൂട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനാ പ്ലാൻ. എന്തായാലും ഓടി തിരിച്ചു വന്നവിടെ ചക്രവാണി ചേട്ടന്റെ കച്ചവടം പൂട്ടി. എന്ത് പൂട്ടിന്നാടാ? നിങ്ങൾ സ്വന്തം പോലെ കൊണ്ടു നടന്ന വീട് ഇടയ്ക്കിടയ്ക്ക് ബർത്ത്ഡേ പാർട്ടി എന്നും ബാച്ചലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ നിങ്ങളുടെ പോക്കറ്റ് നിറച്ചുന്ന വീട് ഒക്കെ പോയില്ലേ? ഇളിക്കല്ലേ ട്ടോ, പറഞ്ഞതൊക്കെയാ. കോയക്ക, നിങ്ങൾ പറ, വിനോദേട്ടൻ ഈ നാട്ടിൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും എന്റെ ഓൾ ഇൻ ഓൾ? അത് ഇയ്യന്നെയാ. ആണേ കേട്ടോടാ. ഒരു തണ്ടി വരുന്നുണ്ടല്ലോ. മുണ്ടാട് കുത്തിരിക്കട. മുത്തപ്പന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും എനക്ക്. ഷായേ, മുത്തപ്പനുള്ള ഇലയും ഇങ്ങോട്ട് എടുത്തോ. എന്റെ റോഡ് വരെയൊക്കെ എന്റെ റോഡ് മറ്റു വേറെ ആൾക്ക് കൊടുക്കരുത്. ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ബോഡി മൊത്തം ബിൽഡ് ചെയ്ത് നടക്കുന്നത്. ഓർമ്മയുണ്ടല്ല, മൊത്തം അടിച്ച് കയറ്റാണ് ഞാൻ അവിടെ. ഭിക്ഷക്കാരെ പിടികൂടാൻ സ്ക്വാഡ്. ഭിക്ഷാടന നിരോധനം നിലവിൽ വരുന്നു. നിരോധനം മറികടന്ന് ഭിക്ഷാടനത്തിന് കടന്നുകൂടുന്നവരെ കയ്യോടെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡിനെ നിയമിച്ചിരിക്കുന്നു. കോയക്ക, ഇനി നാട്ടിൽ ഒരൊറ്റ തെണ്ടികളും ഉണ്ടാവൂല. എല്ലാത്തിന്റെ കാര്യം പോക്ക. മുത്തപ്പ, നിങ്ങൾ ഈ ഊരുതണ്ടലൊക്കെ നിർത്തി വേഗം നാട്ടിൽ നിന്ന് സ്കൂട്ടായിക്കോളി. അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. തന്നെ എനക്ക് പണി കിട്ടിയല്ല. അന്നോട് നമ്മൾ പറഞ്ഞതല്ലേ മുണ്ടാണ്ടിരുന്നോളെ. മോന്ത പൊള്ളിയപ്പോ അനക്ക് സമാധാനമല്ല. എന്താ കോയക്ക രാവിലെ തന്നെ ഇവിടെ അത് ഞാൻ പറഞ്ഞ ചക്രവാണിയാ. ഓന്റെ തൊള്ളയിലെ നാവ് അടങ്ങി നിൽക്കൂലെന്ന്. അതെ, എന്റെ മോൻ എന്താ വേണ്ടേ? ഒരു പാൽച്ചായ എടുത്തോ. ആയിക്കോട്ടെ. മുത്തപ്പ ഉഷാറല്ലേ? ഓ ഇഡ്ഡലിയാ മതി, നിങ്ങൾ കഴിച്ചോ. ആ വരുത്തന്മാരിവിടെ ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലം കണ്ടിട്ട് എവിടെയായിരുന്നു? ഞങ്ങളൊന്ന് കൊച്ചി വരെ പോയി. അവിടെ എന്താ എന്താടാ ജോളി? പതുക്കനെ തിന്നടാ. പുട്ടു തൊണ്ടേ കൊടുങ്ങി മയ്യത്താവൂയി. ഓ അങ്ങനെ. എന്നിട്ട് കേൾപ്പിച്ചോ? എവിടെ, കയ്യിലെ കാശ് തീരും വരെ കൊച്ചി കിടന്ന് കറങ്ങി. അത്ര ആ വലിയ പാടാ സിനിമ. നല്ല രാജോട്ടാ. പാടാ. ഒക്കെ ശരിയാവും ബായി. നിങ്ങളുടെയൊക്കെ പേര് വലുതായിട്ട് തിയേറ്റർ സ്ക്രീനിൽ എഴുതി വരുന്നൊരു കാലം ഉണ്ടാവും. താങ്ക്സ്. ഇനി എന്തെങ്കിലും വേണോ മക്കളെ? ഒരു ടിപ്പും കൂടെ വേണ്ടത്താ. അമ്പു, ഈ കോളേജിലേക്ക് ആ അന്റെ വണ്ടി എവിടെ? രാവിലെ തന്നെ പെട്രോൾ പണി തന്നു ഷായദാത്ത. അവിടെ ഇന്നൊരു ദിവസം ബസ്സിൽ പോകാന്നാക്കി. താജ്മഹൽ വരാനായോ കോയക്ക? മോനെ അമ്പോ, ഇതിന്റെ പുസ്തകത്ത് പോയിക്കാന്ന്. എല്ലാരും ചേഞ്ച് എടുത്ത് വെച്ചോളേ. ടിക്കറ്റ് വാങ്ങാവോ? 9 രൂപ ചേഞ്ച് തരണേ. അമ്പു, ആ സണിച്ച എന്താ ബസ്സില് എന്റെ RX ഒന്ന് പണി മുടക്കിയ? നീ കോളേജിലേക്കല്ലേ? ആർട്സ് അല്ലേ? ആർട്സ് അല്ലേന്ന്? ആർട്സ് അല്ലേ? 100 ചേഞ്ച് ഇല്ലല്ലോടാ.
ബാക്കി തരാട്ടോ. സീറ്റ് ഉണ്ടല്ലോ അമ്പു, ഇവിടെ ഇരുന്നോ? വേണ്ട സന്ദേശം, ഞാനിവിടെ നിന്നോളാം. ആരാടാ അത്? അറിയില്ല. ഒരു മയത്തിലൊക്കെ കേട്ടാ. ഇവിടെ ഇനി ആർക്കാ ടിക്കറ്റ്? ആ കെന്നിമൊക്കെ ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി. ആ ബൊക്കുന്ന് മാങ്കാവ് ഗുരുവായൂരപ്പൻ കോളേജ്. ആ പോട്ടെ, റൈറ്റ്. ആ ഒന്ന് കയറുന്നേ. ടിക്കറ്റ് പാസ് ഉള്ളവരൊക്കെ കയ്യിലെടുത്ത് വെക്കണേ. ടിക്കറ്റ് ഒന്ന് ഞാനിവിടെ നിൽക്കണ്ടേ? അങ്ങോട്ട് നേരെ വെക്കോ. ബോളൊന്ന് കാട്ടി പോകാൻ നോക്കണം. ശരി ചേട്ടാ. നല്ല സ്പീഡിലറിയടാ. അണ്ണോടുക്കൂല, ഔട്ടാവൂല. കുറെ കൊല്ലായില്ല കളിക്കാൻ തുടങ്ങിയിട്ട്. പിടിക്കാൻ പോലും അറിയില്ല. ശാപം. ഒന്ന് ഔട്ടായി തരോ ഈ തീരുമാനിക്കാലോ. 14 ബോൾ 20 റൺ. ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് ട്രൈ ചെയ്തതാ. ഹെലികോപ്റ്റർ ഷോട്ട് സൂപ്പറായിരുന്നു. മലയാളി നിന്ന് കോളേജിലേക്ക് കണ്ടില്ലല്ലോ. രാവിലെ ബൈക്കിൽ പെട്രോളിലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ബസ് കയറാൻ വേണ്ടി കോയസിലേക്ക് പോയി. രാജാവാന് ബസ്സൊക്കെ കയറും. എടാ നീ പറയുന്നൊന്ന് കേക്ക്. അപ്പൊ അങ്ങനെ ബസ്സും കാത്ത് കോയാക്കാൻ അവിടെ നിൽക്കുമ്പോ കോയക്കാൻ്റെ അവിടെ രാവിലെ എന്തായിരുന്നു? പുട്ടോ, പത്തിരിയാ? സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഒറ്റെണ്ണം വെച്ച് തന്നാണല്ലോ. പറ. അപ്പൊ കോയാക്കാൻ്റെ അവിടെ അങ്ങനെ ബസ്സകത്ത് നിൽക്കുമ്പോ സ്റ്റോപ്പിലേക്ക് ഓള് വന്നു. ഏതോള്? ഒരു പെണ്ണ്. അയച്ചെങ്ങനെ? ഹോട്ടാ. കുടിച്ചോ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ. വേറെ വാങ്ങിച്ചാ ഒരു ഗോൾഡ് ഏത്ത് ഞമ്മള് പുള്ളന്മാര് കണ്ടില്ലല്ലോ. ആ അതാണ് വെച്ചേക്കാ. അനക്ക് സിഗ് വേണം? കത്തിപ്പെട്ടി. ആ അതാ പിടിച്ചോളി. തന്നോളി. 3 എന്റെ 4. സോറി അളിയ. അത് വിടളിയാ. ഞാൻ വേണ്ടാത്ത എന്തോ പറഞ്ഞു. അളിയനത് ഇഷ്ടായില്ല. എനിക്ക് നല്ലവണ്ണം കിട്ടി. വിട്ടളാ. എന്നിട്ട് പെങ്ങളെങ്ങനെ? ബ്യൂട്ടിഫുൾ. എന്താ പേര്? അറിയില്ല. ക്രിസ്ത്യന്? എടാ ആരാ എന്താ ഒന്നും അറിയില്ല. ഓ അങ്ങനെ. പക്ഷെ എനിക്കിഷ്ടായി. വലിയ കണ്ണാണ്. മൂക്കുത്തി മൂക്കാണ്. ചെറിയ ചുണ്ട്. നല്ല ചിരിയാണ്. സുന്ദരി മോളാണ്. വരുന്ന എൻ്റെ അച്ഛനാണ്. ₹9 മുതലാടാ സൈത്താനെ. എടാ അച്ഛൻ എപ്പോഴും എഴുന്നേറ്റു? നമ്മുടെ മോനെ എത്ര നേരത്തെ? അവൻ കോളേജിൽ പോയി റെഡിയാവുന്നുണ്ട്.
ദേ വന്നതാ. അയ്യോ എന്നെ മറന്നിട്ട് പൊന്നെ. ആവശ്യമില്ല. ഇതാ ഇത് നമ്മുടെ മുത്തപ്പൻ, സർവസംഘ പരിത്യാഗി. ദാ, ഇത് നമ്മുടെ ജോളി, അടുത്ത മലയാളത്തിലെ ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ. ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഷിയാസ്. ഇനി നമ്മുടെ എല്ലാമായ കോയക്ക. എന്താ കാണിക്കുന്നത്? ലൈവ് കോയക്ക, ലൈവ് ഫേസ്ബുക്ക് ലൈവ്. ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും ഇപ്പൊ നിങ്ങളെ ലൈവായിട്ട് കാണാം. എവിടെ നോക്കട്ടെ? മസ്കറ്റിൽ നിന്ന് സൈർക്ക സലാം പറഞ്ഞിക്കണേ. നിങ്ങൾ സലാം പറയും. വലൈക്കും അസ്സലാം. മോനെ സഗീറേ, അനക്ക് സുഖം തന്നെയല്ലേടാ? ഇത് കൊള്ളാടാ രാജു. പിന്നല്ല, ഇത് പുതിയ കാലമല്ലേ? കുളത്തിണ്ടാവോ? ആ നോക്കാം. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ല തിന്നേ, തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്താണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് മാലി. ഒരു ചായ എടുത്തോളി. ആയിക്കോട്ടെ, ഇപ്പൊ തരാം. ഒരു 2 മിനിറ്റ്. സാധാ ചായ മതിയെ, നിങ്ങളെ മറ്റേ VIP ചായ വേണ്ട. അന്ന് ചായ എന്താ? നിങ്ങളെ വിരലിട്ട് പിടിച്ച ചായ. എന്താ? നിങ്ങളാ വിരലിട്ട് പിടിച്ച ചായ. ചൊളയേട്ടാ, ചായക്ക് ചൂടുണ്ടോ? നല്ല ചൂടാ. അപ്പൊ അടങ്ങിയിരിക്കുന്നു പരിപാടിയാടാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇപ്പൊ തരാം. മുത്തപ്പാ, നിങ്ങളെപ്പോഴും കാവ്യാണല്ലോ. നിങ്ങൾ സംഖ്യയാ? സംഖ്യയല്ല. അളിയാ, മോനേതാ മോനെന്ത് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ കണ്ടിനോ? എടാ കണ്ടിനോടാ. ഇല്ല പാണ്ടി. നമ്മുടെ കോളേജിലേക്ക് ഇതല്ലേ? ഓളല്ലല്ലോ. അതാണോ? ആ ഇന്ന് നേരത്തെ ആണല്ലോ. അല്ല, അതല്ല. പ്രായ ലുക്ക് ഉണ്ടല്ലേ? അല്ലെന്നല്ലേ പറഞ്ഞു. എന്തിനു ചൂടാന്ന്? അപ്പൊ ഇതാണ്. ആ കൊഴപ്പില്ല, ഒപ്പിക്കാൻ. അയ്യടാ, അങ്ങനെ പിന്നെ ഒപ്പിക്കണ്ട. വേണ്ട. വാ 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 വാ. എടാ, എടാ, ഇന്റെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് പോടാ നീ. ബസ്സിനുള്ള സമയം ടൈം എത്രയായി? 8:35. ഓ ഇന്ന് ലേറ്റ് ആവാൻ പറ്റില്ല. ഫസ്റ്റ് അവർ ഇംഗ്ലീഷാ. ഷാജി സാർ പണിയാവും. ലേറ്റ് ആവാറില്ല. താജ്മഹൽ ഇന്ന് വരുമല്ലോ അല്ലേ? അതും ലേറ്റ് ആവും. വന്നില്ലെങ്കിൽ പിന്നെ പോകണ്ടല്ലോ. പിന്നെന്താ? പിന്നെ എവിടെയാ പഠിച്ചൊക്കെ? സ്കൂളിങ്ങും ഡിഗ്രിയും ഒക്കെ സൗദിയിലായിരുന്നു, ജിദ്ദയില്. അപ്പൊ ഇവിടെ ആദ്യമായിട്ടാ? അല്ല, ഇത് ഞങ്ങളുടെ നാടാ. ഇപ്പൊ ഞങ്ങൾ തിരിച്ചിവിടെ സെറ്റിലായി. വേണ്ടെന്ന് പറഞ്ഞു. ആര്? ചവിട്ടിക്കോ. ആ പൊക്കുന്ന മാങ്കാവ് ഗുരുവായൂരപ്പൻ കോളേജ് മന്ദിരങ്കാവ്. നമ്മുടെ ബൈക്ക് അവിടെ ഇരിക്കല്ലേ? അതൊന്നും കുഴപ്പമില്ല, എടുക്കാം. പെണ്ണൊന്നും വേണ്ടാതെ. കേറമ്പോ പൊട്ടറായി ടിക്കറ്റ് കൊടുത്തോട്ടോ. മുന്നോട്ടിരിക്കട്ടെ. ആയിട്ടില്ല. കണ്ടോ? കോളേജ് ആദ്യം നോക്കിയേ, പക്ഷെ അഡ്മിഷൻ ഇവിടെയാ ശരിയായത്. ഓക്കെ, അപ്പൊ ഗീത് പറയും ഗീതിന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പാണ്ടി പാണ്ടി. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഫ്രണ്ടിലേക്ക് ഇരുന്നോ. ആണോ?
ഇരിക്കുന്നില്ലേ? ഓരോ മരണങ്ങൾ രാവിലെ കയറി വരും. ഇപ്പൊ കുഴപ്പമില്ല. ഹലോ ചേട്ടാ, എവിടേക്കാ? ഹലോ, രാവിലെ ക്ലാസ് ഒക്കെ ആയിട്ട് എങ്ങോട്ടാ? ഇപ്പൊ എങ്ങോട്ടാ ഇതുമായിട്ട്? നമുക്ക് അക്കുസേ വരുന്ന തുറന്നു പാണ്ടി എന്താ ഒരു ഐഡിയ ഉണ്ട്. ആ സീറ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലാം. അല്ല, അത് ഞാൻ അങ്ങോട്ട് പോവാം. സ്റ്റോപ്പ് ശരി. എവിടേക്കാ? മനുഷ്യനാ 10 ടിക്കറ്റ്. ഒന്ന് മാറുന്നേ. ഇരുന്നു. ഞാൻ ഇരിക്കാറില്ല. നിങ്ങൾ മാറ്റി. ഇഷ്ടായില്ല? അടിപൊളിയായിട്ടുണ്ട് ട്ടാ. നല്ല മഞ്ചന, എനിക്കിഷ്ടായി. കുഴപ്പമൊന്നും തീർക്കണം. ചേട്ടാ സമയം പോണിട്ടോ, വണ്ടി എടുത്തോളി. എന്താടാ എന്താടാ അളിയ കുതിര എന്നടാ. നീ ഒന്ന് ഉറക്ക വിളിച്ചാ മതിടാ, സ്റ്റാർട്ടാവും. നീ ഷൂ നന്ദി. അളിയാ അളിയാ, ആ എടാ വയറ് നിറച്ചൊരുത്തന് തിന്നാനും കുടിക്കാനും കൊടുക്കുമ്പോ എന്റെ മനസ്സും കൂടെ നിറഞ്ഞോന്ന് ഉറപ്പ് വരുത്തണവരല്ലേ നമ്മള് കോഴിക്കോട്ടുകാര്. എടാ മഴ. ഇനി നമുക്ക് അറിയുന്നവനായാലും അതടുത്ത ജംഗ്ഷനിലുണ്ടാവൂല. എടാ നമുക്ക് അറിയുന്നവനായാലും അറിയാത്തവനായാലും സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവരല്ലേ കോഴിക്കോട്ടുകാര്. ആ എടാ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില നായിന്റെ മക്കൾക്ക് ഒരു വിചാരമുണ്ട്. നോട്ട് ദ പോയിന്റ്. നായിന്റെ മക്കൾ ഒരു വിചാരമുണ്ട്. എവിടെ വന്നേ? കോഴിക്കോട്ടുകാരൊക്കെ കുണ്ടന്മാരാണ്. ഞാൻ കുണ്ടനാണെന്നിട്ട് ഓള് വിചാരിച്ചിട്ടുണ്ടാവൂടാ. ഏതോളൂ? എന്റെ മോളളിയാ. മൈ സിസ്റ്റർ. അങ്ങനെ വിചാരിക്കും. ഇല്ല അല്ലേ? ഞാൻ പറയാൻ പറ്റില്ല, ചിലപ്പോ വിചാരിച്ചെന്ന് വരാം. അതിനിപ്പ എന്താടാ? ഈ കുണ്ടനാണോ? ആന്റി അല്ല ആണേലും കുഴപ്പമില്ല, തെറ്റില്ലല്ലോ. എടാ പക്ഷെ ഞാനല്ലല്ലോ. പിന്നെ എന്തിനു വെറുതെ ബേജാറാവുന്നേ? അളിയാ അളിയന്നെ അളിയാൻ വാക്കായിരുന്നു. എന്റെ സിസ്റ്ററിനെ ഈ പാണ്ട് ഈ അശോക് രാജ് അളിയന്ന് കെട്ടിച്ചേരും. പോരെ? സന്തോഷായില്ലേ? മതിയടാ, അത് കേട്ടാ മതി. നീ അശോക് രാജ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നടക്കാം. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടാവുന്നു. നീ ഒന്നും പറയണ്ട, നാട്ടിലെത്തിയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കാലേ. കാലം കഴിയുന്നവരും അടുപ്പോ സ്നേഹമൊക്കെ ഇല്ലാണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇഷ്ടാ പറ്റിപ്പോയി ഇഷ്ട ഈ മാപ്പാക്ക്. എന്നിട്ട് എന്നാ ഈ അങ്ങോട്ട് ഇറങ്ങുന്നേ? നാളെ സൺഡേ, നാളെ തന്നെ വന്നേക്കാം. രാവിലെ അമ്പലത്തിൽ ഒരു വഴിപാട് കഴിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. എന്താ പോരെ? ഫാമിലി കൂടെ കൂട്ടിക്കോ. ഓ ആയിക്കോട്ടെ. ഉറപ്പല്ലേ? ആടാ ഉറപ്പ്. അപ്പൊ ശരി, നാളെ കാണാം. ലാൽ സലാം. ഓക്കെ, ലാൽ സലാം. ഓക്കെ. നരേന്ദ്രനാ, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച എന്റെ ഒരു ചങ്ങായിനെ പറ്റി. നരേന്ദ്രൻ, സഖാവ് നരേന്ദ്രൻ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങള് തമ്മിൽ 35 കൊല്ലത്തെ ബന്ധ. അറിയോ എനക്ക്? എനിക്കറിയണ്ട.
നാളെ നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോകണം. ഞാനൊന്നും ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാ മതി. ഇതാ നോക്ക്, നാളെ നമ്മൾ അമ്പലത്തിൽ നേരെ അവന്റെ വീട്ടിലേക്ക്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാന്, എന്റെ ഭാര്യ, 2 മക്കള്. നീ ഇവിടെ ഇരിക്കേ. ഓ അത്യാവശ്യമായിട്ട് ഇവിടെ ഏണി വെക്കണം. അതല്ലേ ലൈറ്റ് ഓഫ് ചെയ്തത്? എന്നിട്ട് ഇതൊന്നുമല്ല തമാശ. ഉമ്മൂനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുള്ള ദിവസം സഖാവ് നാട്ടിലില്ല. മദ്രാസിൽ പാർട്ടി സമ്മേളനം. അടുത്ത ദിവസം രാവിലത്തെ മാംഗ്ലൂർ മേലെ ആളെത്തും. ഉമ്മൂനെയാണെങ്കിൽ വീട്ടിൽ ചാടിക്കുകയും വേണം. അവസാനം ഞാനും ഉല്ലാസും കൂടെ രാത്രി ഉമ്മുവിന്റെ വീടിന്റെ മതില് ചാടി ഒരീച്ച പോലും അറിയാണ്ട് ഉമ്മുവിനെ പുറത്ത് ചാടിച്ചു. ഉമ്മു ചായ എവിടെ? ഇളയ മോനാ. മോനാ ഇത്രയോ? എന്ത് കോലടാ ഇത്. ഇതെന്റെ മകള് നിധി. ഹായ്. ഹായ്. അതെന്റെ മോൻ ഗോകുൽ. ഓ ഇത് ഭാര്യ വിമല. ഹലോ. നീ ഞാൻ ആരാന്ന് മനസ്സിലായോ? ഈ മിണ്ടരുത്. ഓൻ പറയാൻ നോക്കണ്ടേ? അല്ല എനിക്ക് എന്റെ അച്ഛന്റെ പഴയ ചങ്ങായിയാ വിനോദ്. ആ കേട്ടിട്ടുണ്ട്. എന്റെ പേരെന്താ? ഇവിടെ എന്റെ പേരെന്താ? അമ്പു. അല്ലടാ അതെ അമ്പു. അതവന്റെ വിളിപ്പേരാ. ശരിക്കും പേര് ഏണസ്റ്റ് നരേന്ദ്രൻ. ഇതേപ്പ പേര് ആരാ എനക്ക് ഈ പേരിട്ടെ? നശിപ്പിച്ച്. എന്റെ പണിയല്ലേ കടിച്ചാ പൊട്ടാത്ത പേര്. പേരെന്താ കുഴപ്പം? സഖാവ് ചെഗുവേരന്റെ പേരല്ലേ? എടാ ചെഹുവേരന്റെ പേരായാലും സുകുമാരന്റെ പേരായാലും മക്കക്കിടാൻ പറ്റിയ പേരാ ഇത്. എന്റെ മൂത്തവന്റെ പേരെന്താ? ഫിഡൽ നരേന്ദ്രൻ. അനക്ക് ഭ്രാന്ത. അങ്ങനെ ചെഗുവേരന്റെ അപ്പുറം. അപ്പൊ ശരി. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിനവിടെ വാറ്റ് കിട്ടുന്നില്ലേ പറയുന്നു? അത് കിട്ടും, പക്ഷെ അതിനേക്കാൾ നിധി എനിക്കിഷ്ടായി. ആ വലിയ കണ്ണും നീണ്ട മൂക്കും. മൂക്കുത്തി മൂക്ക്, ചെറിയ ചുണ്ടും നല്ല ചിരിയും. നിധി പിള്ളை സ്റ്റഡീസ് MA ഇംഗ്ലീഷ് at ഗുരുവായൂരപ്പൻ കോളേജ്. went to international Indian school ചെത്ത. lives in Calicut, India. MA എന്ന് പറയുമ്പോ ഓൾക്ക് എനക്കാട് പ്രായം ഉണ്ടാവില്ലേ? അതിന് ഇവനും ഇല്ലേ പള്ള നിറച്ച പ്രായം. UKG പഠിക്കുമ്പോ 2 പ്രാവശ്യം തോറ്റ മഹാനായി. പാണ്ടി വേണ്ട. അളിയാ നീ ഓൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കേ. അയ്യേ നോക്കി ഒലിപ്പിക്കാണ്ട് അയക്കടാ. അതിന് എന്റെ ഫോണല്ലേ? ഓ എന്നാ എന്റെ ഫോണൊന്ന് അയക്കേ. ഫേസ്ബുക്കോ? ഞാൻ ചീപ്പാണെന്ന് വിചാരിക്കോ? അതല്ലെങ്കിലും വിചാരിക്കും. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഓളുടെ നമ്പർ ഒപ്പിച്ച ഈ വിളിക്കോ? അത് വേണം ഞാൻ വിളിക്കാം. ആർക്ക് വേണമെങ്കിൽ അല്ല വിളിക്കാം. ഉറപ്പല്ലേ? ആ എന്നാ വഴി ഉണ്ടാക്കാം. എന്ത് വഴി? വഴിയുണ്ട്. ഷാജേട്ടാ ചേച്ചി സുഖാണോ? ഷാജേട്ടൻ ആളെങ്ങനെ? ഉഷാറല്ലേ? ചേച്ചി ഞങ്ങക്കേ ചായ മാത്രം മതി കേട്ടോ, വേറെ നടക്കണ്ട. ഇവിടെ പാലില്ല. ഉണ്ടാവില്ല അറിയാ, കട്ട മതി.
കടുപ്പം കുറച്ച് പഞ്ചസാര കൂട്ടി എടുത്താൽ മതിയേ. പിന്നെ പറ്റ വെച്ച് 2 ഏലക്കും പൊടിച്ചു. എടാ ഷാജേട്ടാ ഒന്ന് വന്നേ. വന്നേ വാ സംസാരിക്കണ്ടേ? സുഖല്ലേ? കയ്യെടുക്ക് നട്ടപ്പാർക്ക് വന്നിട്ട്. ഷാജേട്ടാ ഷാജേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഈ കാര്യം പറ. പറ. ആ ഷാജേട്ടാ, നിധി വി പിള്ള, ഫസ്റ്റ് ഇയർ MA ഇംഗ്ലീഷ്, ഗുരുവായൂരപ്പൻ കോളേജ്. പറയാം. ഫസ്റ്റ് ഇയർ എന്റെ സ്റ്റുഡന്റാ. എന്താ? ഈ കുട്ടിയുടെ ഫോൺ നമ്പർ ഒന്ന് വേണമായിരുന്നു. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? അതിപ്പോ ഷാജേട്ടനടുത്ത സാറും കുട്ടിയടുത്ത സ്റ്റുഡന്റും ആവുമ്പോ ഞാൻ അവിടുത്തെ സാറാടാ, അല്ലാതെ മാമയല്ല. ഇറങ്ങിക്കോ. അപ്പൊ ഷാജേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല? ഇറങ്ങി പോടാ, ശരിയാവൂല. ഉറപ്പാണ്? ഉറപ്പാണ്, ഇറങ്ങി പോടാ. ആയിക്കോട്ടെ. പാണ്ടിയും പോവാ. ഷാജേട്ടന്റെ പഴയ ലൈനിന്റെ പേരെന്തായിരുന്നു? ആ ശീതൽ. ചേച്ചിക്ക് അറിയോ അത്? കണ്ട ബ്ലാക്ക് മെയിലിംഗ് നടക്കൂല മോനെ. ചേച്ചിക്ക് എല്ലാം അറിയാം. നിങ്ങൾ രണ്ടാളും കൂടെ പണ്ട് ഊട്ടിക്കാരോടും പറയാണ്ട് പോയത് അതറിയാം? രണ്ടാളും അപ്പൊ അതറിയില്ല. നന്നായി. ചേച്ചി നിങ്ങൾ എന്താ വീട്ടില് പിച്ചക്കാരൻ സാധിക്കല്ലടാ. ഇപ്പൊ എന്താ വേണ്ടേ? നമ്പറല്ലേ ഉണ്ടാക്കാം. അതെ, വെറുതെ പറഞ്ഞ പോലെ പഴി ഉണ്ടാക്കണം. നമ്പർ ഇട്ടണം നാളെ തന്നെ. കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടും ഉറപ്പ്. ചേച്ചി ഇവിടെ എന്താ ഒരു ബഹളം? പറഞ്ഞ പോലെ. ചായ എടുക്കണ? ചായ ഇവിടെ. അത് ചേച്ചി, നാളെ എന്റെ വീട്ടിലെ ഒരു വെള്ളടി പാർട്ടി. ഞങ്ങള് ചേട്ടനെ ക്ഷണിക്കാൻ വന്ന. അപ്പൊ ചേട്ടൻ പറയാ ചേച്ചി ഭയങ്കര സ്ട്രിക്റ്റാ, ചോദിച്ചാൽ സമ്മതിക്കൂല, അതുകൊണ്ട് ചേച്ചി അറിയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയാണ് മൂഷട്ടൊന്നുമല്ല, ചോദിച്ചാൽ സമ്മതിക്കുന്നു അല്ലേ ചേച്ചി? അതിനെന്താ, ഷാജേണ്ണ എന്തായാലും പോരും. നിങ്ങൾ പോവില്ലേ? പോണോ? ഇതിൽ ഏലക്കെട്ടില്ല. ഏലക്കിട്ടില്ല. നാളെടാ. കുടിച്ചു കഴിഞ്ഞില്ലേ ഇറങ്ങാം. ഇപ്പൊ ഷാജേട്ടാ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. ശരി. അല്ല ഷാജേട്ടനെ എത്തിക്കോളൂ, ഞങ്ങൾ വിളിക്കാൻ വന്നു. ഉറപ്പാണ് വരും. ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാ. ചേച്ചി ഓക്കെ. ഗുഡ് നൈറ്റ്. ഓക്കെ. ഷാജേട്ടാ വരണേ. ഓക്കെ. ഓക്കെ. ചിന്നോ ചിൻ കച്ച തീർന്നു നമ്മളെ. Nice. And I loved his body without shame. സർ, Yes. സാറിന്റെ നെറ്റിക്ക് എന്ത് പറ്റിയതാ? ഞങ്ങളെ കണ്ടു നട്ടാതിരിക്കാൻ വേണ്ടി സാറിന്റെ വൈഫ് ഡിസൈൻ ചെയ്ത് തന്നാണോ? Shut up. Stand up. You also. ഈ കോളേജ് കയറിയിട്ടില്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയ ടീച്ചേഴ്സിന്റെ തല കയറാൻ. സർ അതിന് ഞാൻ You shut up. Give me your ID cards. First. രണ്ടുപേരും സ്റ്റാഫ് റൂമിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തിണ്ടായിരുന്നില്ലേ? അവിടെ എന്ത് ചെയ്യണേ? പോയി. ഓക്കെ, കല്യാണം കഴിഞ്ഞു. കുട്ടിയായില്ലേ? എന്റെ പുതിയ ലൈനപ്പ് എന്തായി? ഏത്? അല്ലേ വേണ്ടേ? എന്താ പാണ്ടി എന്റെ ഫോൺ കൊണ്ടാ? ഇല്ല. കൊണ്ടാ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. മൊബൈൽ കിട്ടില്ല. ബാലൻസ് ഉണ്ടാവില്ല. ഹലോ, എന്താ? ഓളുടെ അച്ഛനെ ഫോൺ എടുത്ത്. അച്ഛനാ? നീ എന്തിനാ ഫോൺ കിട്ടിയത്? അച്ഛനോട് ഞാനിപ്പോ എന്ത് പറയാനാ? ഇനിയിപ്പോ അയാളും കൊണ്ട് വിളിക്കൂലേ? ആ വിളിക്കുമായിരിക്കും. വിളിക്കാതിരിക്കുന്ന അവൻ എന്റെ ഫോണല്ലേ ഇത്? ഇതുപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും വിചാരിച്ചല്ലേ എന്റെ ഫോൺ. എടുക്കടാ. ഏയ് ഫോൺ എടുക്കാ. ഇതെന്റെ ഫോണല്ലേ, ഈ ഫോൺ എടുക്ക്. എടുക്ക് എടുത്തോ എടുത്തോ. എടുക്ക്.
ഹലോ ഇതാരാണത്? ഹലോ, ഈ നമ്പറിലേക്ക് ഒരു കോള് വന്നിരുന്നു. ഹലോ, ആരാ ഇത്? ഹലോ, ഈടന്നാ മതി, അങ്ങോട്ട് കൊണ്ടാട്ടോ. ഹലോ, ഹലോ, ഇതാരാ? ഹലോ നിധി, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിധിയെ അറിയുന്ന ഒരാളാ. മനസ്സിലായില്ല. നിങ്ങൾ ആരാന്ന് പറ. അമ്പു. ആ 6 ആണേ. ഫോറടാ. ഏയ് എടാ, ഗോൾ പോസ്റ്റിന് അപ്പുറത്താ കുത്തിയത്. എന്താ പ്ലാൻ? എന്ത് പ്ലാൻ? ഓളോട് കാര്യം പറഞ്ഞു. ആ പറയാം. എവിടെ നോക്കി നിൽക്കണ്ട, ബോൾ കൈനടയിൽ കൂടെ പോയെ. ഒച്ച വെക്കണ്ട, ബൈസല്ലോ. ഞാൻ എടുത്തിട്ട് വരാം. ഇനി 3 ബോളിൽ 16. അമ്മ പോയി നോക്കാൻ പോ. ആ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കാതെ നോക്ക് പാണ്ടി. നോക്കല്ലേ, വെയിലാറാൻ തുടങ്ങി. ബോള് പോയാൽ നമ്മളെ വെച്ചേ. വേഗം ആക്കി പോണ്ടി. വേഗം ബോള് കണ്ടേ, വേണമെങ്കിൽ നോക്ക്. പരിപാടി. എന്നിട്ട് എപ്പോഴാ പറയാൻ പോന്നു? നാളെ. നാളെ? ആ പക്കാ ബോള് കാണുന്നില്ല. ഇനിയിപ്പോ നാളെ നോക്കാം. തോറ്റെന്ന് സമ്മതിച്ചേക്ക്. ഇത് പിന്നെ എന്താണ് കോപ്പേ? വെറുതെ അല്ലേ നിന്റെ കാല് കണത്തിന് അപ്പം പോയെ. പിന്നെ ചവിട്ടോളാം പുല്ലേ. സോറി അളിയാ, ആ നേരത്ത് പറ്റിപ്പോയി. വിട്ടുകളാ. വിടളിയാ, നമ്മളൊന്നും വിട്ടള. സോറി. അപ്പൊ അതെറിയണ്ടേ? ഓക്കേടാ. ശരിടാ. കോയക്കാ തീപ്പെട്ടി ഇടിപ്പടാ. അമ്പോ ബൈ. എനിക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. എനിക്കുണ്ട്. ഇനിയേറ്റ ഓൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? എടാ, ഓൾ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, അതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എടാ, അങ്ങനെ ഏറ്റവും സംഭവിച്ചാ പിന്നെ നിന്നെ കിട്ടില്ലല്ലോ. ഓ എന്തേ ശരിയല്ലേ? ഇങ്ങനെ ഇവിടെ ഒന്ന് സോറ പറയാൻ പറ്റും? ഇല്ല. ഗ്രൗണ്ടിലേക്ക് അവനെ കളിക്ക് നോക്കണ്ട. മെസ്സേജ് അയച്ച റിപ്ലൈ ഇല്ല, ഫോൺ വിളിച്ച ഫുൾ ടൈം ബിസി. പിന്നെ ഈ കുതിരപ്പുറത്ത് കയറാൻ പറ്റുമോ? അറിയില്ല. നിന്നെ കാണാൻ പോലും പറ്റിയെന്ന് അതാണ് പെണ്ണ്. എടാ, അങ്ങനൊന്നും ഉണ്ടാവൂല. ഉണ്ടാവരുത്. അതിനെത്രയും പറഞ്ഞു, മനസ്സിലായോ? ആ വേഗം വാടാ, പോടാ. അവിടുന്ന് ഇങ്ങോട്ട് വാ. തോന്നിയ ദിവസം കാണിച്ചിട്ട് പൊട്ടം കളിക്കുന്നുണ്ടോ? തന്നെ ഇതെന്തിനാന്ന് മനസ്സിലായോ? എന്നാ വിട്ടോ. കോയക്ക അല്ല, നിങ്ങള് പോയാ വിളിക്കുന്നു. വാ. എന്നിട്ട് എങ്ങനെ പറയാൻ പോന്നേ? കേൾക്കുന്നുണ്ടോ? തീരെ ക്ലിയർ ആവുന്നില്ല. പോ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. നിക്ക്, ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. പോയി. എന്താ അപ്പുവിന്റെ വീഡിയോ കോൾ ആയിരുന്നു. മറ്റന്നാൾ രാവിലെ ഓന്റെ ഫ്ലൈറ്റ്. പക്ഷെ ഇറങ്ങുന്നത് കൊച്ചി എയർപോർട്ടിലാ. നാട് നിങ്ങൾ എയർപോർട്ട് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ സാരമില്ല. എന്താ? അല്ല, എന്നിട്ട് ഓൻ അവിടെ നിങ്ങളുടെ എങ്ങനെ വരും? അമ്പുവിനോട് പറയണം പോയി കൂട്ടിട്ട് വരാൻ. ആ, അമ്പോട് ഓ മുറിയിലുണ്ട്.
നാളെ എന്തോ എക്സാം ഉണ്ട് അവന്. അതിന് പഠിക്ക. നമ്മുടെ മോനെ. ഷാലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിപ്പള്ളികൾ തളർത്ത് പൂവിടുകയും മാതള നാരങ്ങ മാതള നാരകം പൂക്കുകയോ ചെയ്തോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ഓക്കെ, അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. ഷാലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ അച്ഛനോ? പരീക്ഷ എനക്ക്? ആ അച്ഛാ. നോട്ട്സ് എവിടെ? നോട്ട്സ് അത് ഈ നോട്ട്സ്. ഓ, ഈ നോട്ട്സ് മൊബൈലില്ല. അവിടെ ഏതാ പേപ്പർ? ഏതാ പേപ്പർ? കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ്. കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്. കുഴപ്പമില്ല. എന്നിട്ട് എങ്ങനെ പോകുന്നു നിന്റെ പഠിത്തമൊക്കെ? പാസ്സാവൂ? കുഴപ്പമില്ല ചാ, പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് തലേ കയറുന്നില്ല. ചിലത് അങ്ങനെയാണ്. എത്ര പഠിച്ചാലും തലേ കയറൂല. അത് പഠിക്കുന്ന തിയറിയുടെ കുഴപ്പമാണ്. ഇങ്ങനെയുള്ള പരീക്ഷയ്ക്കൊക്കെ സ്വന്തം തിയറിയാണ് നല്ലത്. എങ്ങനെ സ്വന്തം? അതാകുമ്പോ ഈ മുന്തിരി വെള്ളി തളർക്കാനോ മാതള നാരങ്ങ പൂക്കാനോ ഒന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ലടാ. എന്തേ? അപ്പൊ ഇനി പഠിക്കണ്ടല്ലോ. എന്നാ വാ, വല്ലതും കഴിക്കാൻ നോക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. എങ്ങനെ ഉഷാറാവട്ടെ? ഉഷാറാവട്ടെ. വാ. ചേട്ടന്റെ ഫേസ്ബുക്ക് ഐ ഡി എന്താ? ഫേസ്ബുക്ക് ഐ ഡി അജയ് ബാബു ക്രിയത്. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യണേ. പേര് ഗോകുൽ. ആ ചേട്ടന്റെ ഫേസ്ബുക്ക് ഐ ഡി എന്താ? ഹലോ. ഹലോ. ഓക്കെ അല്ലേ? വേണ്ട, ബസ് പോരും. ഞാൻ പിടിച്ചോ. ഞാൻ പിടിക്കാം. ഞാൻ ഇവിടെ പറയും. നീ വരുന്നില്ലേ? ഞാൻ പോട്ടെ. മഴ കാണാനുള്ള കൊതികൊണ്ടാ ഈ സമയത്ത് തന്നെ ഞാൻ ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്നേ. പെയ്യോ? മഴക്കാറുണ്ട്, പറയാൻ പറ്റില്ല. ചിലപ്പോ കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും പെയ്യായിരിക്കും. എന്തൊരു ചൂടായത്. AC ഇടടാ. AC ഒക്കെ ഇട്ടുണ്ട് പോട്ടാ. എന്നിട്ട് തണുക്കണില്ലല്ലോ. ഇവിടെ നടങ്ങ്. ടിഷ്യൂ പേപ്പർ AC ഇല്ലാണ്ട് പറ്റില്ല. ഒരു ദുബായിക്കാരനായി പോയി. എന്ത് ചാടാണ് പോട്ടാ. ഒന്ന് പോടാ അവിടെ. അമ്പോ, കോഴിക്കോട് എങ്ങനെ?
കോഴിക്കോട് പഴയ പോലൊക്കെ തന്നെ പോട്ടാ. ഇടയ്ക്കിടെ മിഠായി തരൂ കാത്തുണ്ട്, നാട്ടുകാരൊക്കെ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്. വലിയ മാറ്റമൊന്നും കൊള്ളാലോ. നീ ഫൈനൽ ഇയർ അല്ലേ പാണ്ടി? എന്താ അടുത്ത പരിപാടി? അതേ ചോദ്യം. നേരെ ദുബായിക്ക്. അവിടെ ലക്ഷങ്ങൾ സാലറി കിട്ടുന്നൊരു ജോലി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ലക്ഷങ്ങൾ സാലറി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. കൊള്ളാം. എന്നിട്ട് എനിക്കൊരു പെണ്ണ് കെട്ടണം. നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട പോട്ടാ. അളിയനൊരു പെണ്ണിനെയൊക്കെ സെറ്റാക്കിട്ടിരിക്കുക. പാണ്ടി അല്ല പാണ്ടി സെറ്റൊന്നും ആയിട്ടില്ല പോട്ടാ. ഒന്നടുത്ത് പറയാം. ചൂണ്ടിട്ടുണ്ട്, കൊത്തുമായിരിക്കും. എന്താ പേര്? പെണ്ണിന്റെ പേര് ഗീതു. ഗീതു. ഗീതു അല്ല പോട്ടാ, നിധി. നിധി? പാണ്ടി അതാരാടാ? പറയടാ. എന്താടാ പറയ, ലോക്കായോ? എവിടുന്ന്? വെറും മൺസൈഡ്. ഇതൊരു കാര്യം പോലും പറയാൻ പറ്റില്ല. പാങ്കാമുക. പാണ്ടി ഇതെപ്പോ എങ്ങനെ സംഭവിച്ചേ? അങ്ങനെ പറയാനൊന്നുമില്ല പോട്ടാ. ഒന്നുമില്ലേ, ഞാൻ പറഞ്ഞോട്ടെ. പാണ്ടി നിർത്തിക്കോ. അപ്പോട്ടാ എന്താടാ? എടുത്തി. ആ ഹലോ, ഈ എവിടെയാ? അമ്പൂന്റെ അവിടെ. എന്തേ? ഞാനും അക്കനോടെ ഉണ്ട്. കാര്യം എന്താ? വലിയ പ്രശ്നമാണ്. കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. സംഗതി സീരിയസ് ആണ്. സംഗതി സീരിയസ് ആണ്, അതാണ്. ആ ഇല്ല, ശരി. എടാ കാക്ക എന്ത് സീരിയസ് ആണ്. കോഴ്സിലേക്ക് വരാൻ വാ. ഉമ്മ ഞങ്ങളൊന്ന് കോയാസ് വരെ പോയിട്ട് വരാം. ഇപ്പൊ തന്നെ വരും. എടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? ഡാ അമ്പോ, ഓള് പോട്ടടാ, നമുക്ക് അടുത്തന്നെ നോക്കാം. വക്ക വേണ്ട. ഡാ ഈ എന്തിനാ ഡെസ്പ വന്നേ? ഓളുടെ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. ഏതൊരു കൊണസോറും വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി, അത്രല്ലേ ഉള്ളൂ. ഓക്ക ചെക്കന് ഇഷ്ടായാലോ? കഴിഞ്ഞില്ലേ? ഇനി ആ ചെക്കൻ ഓളെ ഇഷ്ടായില്ലെങ്കിലാ? ആർക്കടാ ഓളെ ഇഷ്ടം വേണ്ടിരിക്കുക? എനിക്കിഷ്ടായില്ല. ഇഷ്ടായില്ലടാ. അല്ലേ, നീ വെറുതെ മൈൻഡ് നെഗറ്റീവ് ആക്കല്ലേ. ആദ്യം ഓളോട് എന്റെ ഇഷ്ടം പറ, എന്നിട്ട് ബാക്കി നമുക്ക്. എടാ അപ്പൊ എന്നെ ഇഷ്ടം മറ്റവനാണെന്നോട് പറഞ്ഞാലോ? ഗ്ലാസ് അവിടെ വെച്ചാളാ. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നിന്ന് കൊണ്ടുവരാ. ഒന്നരക്ക് പിടിച്ച ഭ്രാന്തെന്ന് പറയുന്ന തരാം. പാട്ടിട്ട് പോയേക്കാം. വാ വാ വാ, ബെല്ലടിക്കല്ലേ? ബെല്ലടിക്കും. പ്രശ്നമില്ലല്ലോ. ഹേയ് ഹായ്. ഹായ്. ഹായ് നിധി. ഹലോ. ആരാ മോളെ? അച്ഛാ അത്. ഹലോ അങ്കിൾ. ഇതാരാ? വാ വാ. ചെരുപ്പൂരിട്ട് ഒരു മാന്യന്ന് വന്നേക്കുന്നു. ഇരിക്കേ. ഇരിക്കി. കൂടെയുള്ള ആളാരാ? ഇത് പാണ്ടി അശോക് രാജ്. ഹായ്, അടിപൊളി പേരാണല്ലോ. താങ്ക് യു. മോളെ, അച്ഛാ. രണ്ടാൾക്കും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. ശരി അച്ഛാ. തണുത്തായിക്കോട്ടെ. ശരി അച്ഛ. എന്താ 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 രണ്ടുപേരും കൂടി നേരത്ത്? ഹേയ് ഒന്നുമില്ല അങ്കിൾ, ഞങ്ങൾ ഈ വഴി പോയപ്പോ ജസ്റ്റ് അങ്കിളിനെ ഒന്ന് കയറി കാണണം തോന്നി. ഈ നേരത്ത് വന്നത് തെറ്റായി പോയോ അങ്കിൾ? ഒരു തെറ്റുമില്ല. അനക്കെങ്കിലും തോന്നിയല്ലോ. അന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ആ ചങ്ങായി ഈ ഭാഗത്തേക്ക് അടുത്തിട്ടില്ല. ചെന്ന് കൊടുക്ക. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടുകളൊക്കെ എന്തിനാ വീട്ടിൽ കയറ്റുന്നേ? ചോദിക്കേ. ഞാനോ? എന്താ? ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല, നീ ചോദിക്കേ. ഇല്ല, ഇവൻ അങ്കിളിനോട് എന്തോ ചോദിക്കാനാണെന്ന് പറഞ്ഞിരുന്നു. ആ സൈത്താനെ. ചോദിക്കേ. അല്ല നിങ്ങളെ മോളുടെ കല്യാണം ഉറപ്പിച്ചല്ലോ അല്ലേ? ആരുടെ മോളുടെ? അങ്കിളിന്റെ മോളുടെ. ഇല്ലല്ലോ. ആരാ പറഞ്ഞേ? ഉറപ്പിച്ചിട്ടില്ല. സമാധാനം ഇല്ല. ഉറപ്പിച്ചിട്ടില്ല. എന്താ? അല്ല നിങ്ങളെ ചക്രവാണി ഏട്ടനാണോ പറഞ്ഞെന്ന് ചോദിക്കുക. നല്ലടാ. ആ അതെ അതെ, ചക്രവാണി ഏട്ടനാണ്. ആ, ഓനി നാട് മുഴുവൻ പാടി നടക്കാം. ഒരു കൂട്ടർ വന്ന് കണ്ടിട്ട് പോയി, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓള് പഠിക്കുകയല്ലേ. അത് ശരിയാ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം. അതാണ്. അമ്മയുടെ മോളെ? അമ്മയ്ക്കൊരു തലവേദന. തലവേദനയോ? നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. ഓക്കെ. താങ്ക് യു. നന്നായിട്ട്. മോനു എന്താ പേര്? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിധി. അല്ല മോനെ ജനറൽ ആയിട്ട്. ആരാ നിന്റെ മോൻ? കുട്ടു ഇങ്ങനെയാണോ മൂത്തവരോട് സംസാരിക്കാ? സേ സോറി. നോ. ഹേ അതൊന്നും സാരില്ല. അല്ലടാ. അല്ല, എനിക്ക് നല്ല സാരമുണ്ട്. വീട്ടുകളിയാ അനക്ക് പറയാൻ അറിയത് ഞാനല്ലേ.
ഒന്നുമില്ല. വിമലൊക്കെ ഒരു തലവേദന. ഓ കിടക്കുക, അതാ വരാത്തെ. ആന്റി റെസ്റ്റ് എടുത്തോട്ടെ അങ്കിൾ. ആ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരേണ്ടവരാണല്ലോ. പിന്നെ കണ്ടോളാം. ശരി. ഡാ എന്റെ പെണ്ണും അമ്മായിയും ഡീസന്റാ, പക്ഷെ ആളിയൻ ചെക്കനുണ്ടല്ലോ ഓനറാത്ത. നീ ഇതൊരു വിട്ടില്ലേ? പിന്നെ എന്റെ അമ്മായിമ്മക്ക് ശരിക്കും തലവേനുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിൽ സംശയമൊന്നും വേണ്ട. തലവേദന ഒന്നുമില്ല, നമ്മളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് ആ എനിക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. ആ അതൊക്കെ ശരിയാക്കി എടുക്കാം. ആ നോക്കാം. അളിയൻ ഹാപ്പി അല്ലേ? പെരുത്ത് വലിയ ഹാപ്പി. അതാണ്. വാ ദാ താങ്ക് യു. പോവാ. സാറേ പോവാ പോവാ. ആ പോന്നോളി പോന്നോളി, വേഗം പോന്നോളി. നോക്കി ഇറങ്ങണേ. സൂക്ഷിച്ച്. നിധി അമ്പോ ഒന്ന് മാറുന്നേ. പോട്ടെ. റൈറ്റ്. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോരാ. അമ്പൂന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ അതെ, ഇഷ്ടമുള്ള പെണ്ണിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അമ്പൂന്റെ കാല് പറിക്കും, തൊണ്ട പറ്റും, നെഞ്ച് പടപടാന്നിരിക്കും. അത് അമ്പൂന് ധൈര്യമില്ലാത്തോണ്ടല്ല, പേടിയാണ് അമ്പൂന്. ഇഷ്ടം തുറന്നു പറയുമ്പോ അവള് അവക്കമ്പൂനെ ഇഷ്ടമല്ല എന്ന് പറയുമെന്നുള്ള പേടി. നിധി ഇഷ്ടമാണ് എനിക്ക്, ഒരുപാട് 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 ഇഷ്ടം. എന്നാ ഞാൻ പൊക്കോട്ടെ. പിന്നോട്ടാ, ഇവിടുത്തെ മോളെ കണ്ടേ പിന്നെ ചെക്കന് ഈ ബന്ധം തന്നെ മതി എന്നാ പറയണേ. ഓള് പഠിക്കല്ലേ ചക്രപണി, അതിനിടയില് പഠിച്ചോട്ടെ. ഇപ്പൊ നിശ്ചയം നടത്തണമെന്ന് മാത്രല്ലേ ഒരു പറയണുള്ളൂ. കല്യാണം 1 or 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്കും പറയാലോ. അത് മാത്രല്ല, ചെക്കന് മോളേക്കാ 10-12 വയസ്സിന് മൂപ്പുണ്ട്. അങ്ങനെ ഒരു അതൊക്കെ ഒരു മൂപ്പാണോ എന്റെ വിനോട്ടാ? ദാ വിമലടത്തി ജാതകങ്ങൾ തമ്മിൽ 10-ൽ 9 പൊരുത്തം. എല്ലാം കൊണ്ട് ഒരു ഒത്ത ബന്ധം കിട്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബുദ്ധിയില്ലായ്മ എന്ന് മാത്രമേ ഞാൻ പറയൂ. വിനോട്ടാ, കിരിയത്തെ നായന്മാര് നല്ല കുടുംബം, പയ്യനും മോശമില്ല. എല്ലാം കൂടെ നോക്കുമ്പോഴേ ഇതൊരു നല്ല ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ അവരോട് എന്താ പറയണ്ടേ വിനോട്ടാ? എനിക്ക് അയാളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞേക്ക്. അമ്മ, എനിക്ക് അയാളെ ഇഷ്ടമായില്ല. എന്നോട് ചോദിച്ചില്ല. വലിയവര് സംസാരിക്കുന്നിടത്ത് അന്നൊക്കെ എന്താടി കാര്യം? അമ്മ, ഇത് എന്റെ കാര്യമാണ്, ഞാൻ പറയും. എല്ലാത്തിനും കാരണം ഇയാളാ, ഒരു ചക്രപാണി. കല്യാണം കഴിപ്പിക്കാൻ നടക്കുക. തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം ആലോചിക്കാൻ. എന്നാ പിന്നെ ഞാൻ അറിഞ്ഞ തീരുമാനം എന്താ വെച്ചാൽ ആലോചിച്ചിട്ട് നിങ്ങള് പറഞ്ഞാ മതി. കല്യാണം ആലോചിക്കാൻ സമയമാകുമ്പോ ഞാൻ പറയാം. അതും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിച്ചോളാം. അതിലാരും വന്ന് തലയിടാൻ നിൽക്കണ്ട. ബൈ അങ്കിൾ. ഞാൻ അങ്ങോട്ട് തന്നെ ഒരു 4:45 തടയുമ്പോഴാണ് ഒച്ചയും പിടിയും നായാട്ട്. അല്ലാറുമായിരുന്നു. കാലം പോയൊരു പോക്കെ. എന്തായാലും നന്നായടാ. അപ്പൊ മറക്കണ്ട, അടുത്ത മാസം 12 ആയിക്കോട്ടെ, അവിടെ ഉണ്ടാവണം. എല്ലാവരും ഉണ്ടാവും. അമ്പൂനോട് പറയണം, ദുബായ്ക്കാരനെ കാണാൻ പറ്റില്ല. ഓനോട് പറഞ്ഞേക്കെ. ആയിക്കോട്ടെ, ശരി. ഇപ്പം അപ്പൊ ലാൽസലാം. ലാൽസലാം. വണ്ടി ഇറക്കുമ്പോ സൂക്ഷിക്കണേ. ഉമ്മോ
ആ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോണം. ഈ എന്തിനാ വിനോദിന്റെ വീട്ടിൽ പോയത്? വിനോദ് ഇവിടെ വന്നിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. എന്താടാ? ഇത് പറയാനാണോ മൂപ്പര് വന്നത്? വിനോദിന്റെ മോളില്ലേ നിധി? നിധി അടുത്ത മാസം 12-ാം തീയതി ആ കുട്ടിയുടെ എൻഗേജ്മെന്റാ. അതിന് ക്ഷണിക്കാൻ വന്നതാ വിനോദ്. ആ ചെക്കൻ ചെന്നൈയിൽ ഏതോ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. കോഴിക്കോട്ടുകാർ തന്നെയാ. അടുത്ത മാസം 12-ാം തീയതി ആ കുട്ടിയുടെ എൻഗേജ്മെന്റാ. ചെക്കൻ ചെന്നൈയിൽ ഏതോ കമ്പനിയിൽ എന്താടാ? എന്തായി? അപ്പേട്ടാ അച്ഛൻ ചോദിക്കും. ആ സാറില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് കയ്യിൽ വെച്ചോ. വച്ചോ? വക്കൻ്റെ കയ്യിലുണ്ട്. പാണ്ടി ഞാനെടുക്കാം. പക്കം കോയാസുണ്ട്. പതുക്കെ പോട്ടോ. വിളിക്കണേ. ആ പോരാ. ആളെന്തോ മീറ്റിംഗിൽ ഇപ്പൊ കാണാൻ പറ്റില്ല ഡേസി ചേച്ചി പറഞ്ഞു. ആരായി ഡേസി ചേച്ചി? ഫ്രണ്ട് ഡെസ്കിലുള്ള ഡേസി ചേച്ചി. അല്ല ഇനി എന്താ ചെയ്യാ? വെയിറ്റ് ചെയ്യാ, അല്ലാണ്ട് மீட்டிங் எனக்கு ரொம்ப லேட் இல்ல. போறதுக்குள்ள கடை மூடிடுன்னு മാക്സിമാണത്. അമ്പു വേഗം പിടിക്കടാ. കേർച്ചില്ല ഇയാളെ மச்சான் மிரரை பாரு, பின்னாடி 2 பைக் ஃபாலோ பண்ணிட்டு இருக்கா. எங்க? பின்னாடி பாரு. ആണ്ടി ഒന്ന് അമ്പൂരോട് സ്പീഡിൽ പോകാൻ പറയടാ. ഏയ് വണ്ടി സ്ലോ നിർത്ത്. நிறுத்தி மச்சான், எனக்கு என்னமோ இது சரியா படல. போலாம் போலாம் போ போ. ஹலோ, இவ்வளவு வேகமா எங்க போறானுங்க? அதான் நான் சொன்னேனே சார், அவனுங்க தான் நினைக்கிறேன். ஏய் நியூட்டன் நியூட்டன் கொஞ்சம் வேகமா போ. பக்கத்துல வந்துட்டாங்க. போடா വരുന്നുണ്ട്. പോലീസ് സൈഡ് കൊടുക്കും. அவங்கள ஸ்டேஷன் கூட்டிட்டு போயா. போய் சீக்கிரம். சரி, நீ அவனுங்களை ஃபாலோ பண்ணு. இன்னொரு பைக் இருக்கு, போடா. ஏய் நியூட்டன் நியூட்டன் அம்பு ஸ்பீட் வேகாக்கு வேகாக்கு. തല രസിക്കും. என்னடா தலை யாருன்னு தெரியாதா? അവറ്റ തലയുടെ കാര്യമാണ് ഇയാൾ പറയുന്നത്.
ഫോട്ടോ നോക്ക് ഫോട്ടോ. அந்த தலை. என்னடா அங்க குசு குசுன்னு பேச்சு? അല്ല സർ தெரியும் സർ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ലാലേട്ടനും മമ്മൂക്കയും കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. ലാലേട്ടൻ நீ என்னடா முறைக்கிற? உனக்கு பயம் இல்லையா? இல்ல சார், பயம் இல்ல சார். தப்புன்னு செய்யல. தப்பு செய்யாம பயப்பட மாட்டேன். பா 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 குமாரண்ணே, மாஸ் டைலாக்லாம் பேசுறானே. தைரியசாலி. அந்த டைப் போட்ட சார் குமாரண்ணே, அவர் பேர் என்ன? விஜய் பாபு. விஜய் பாபு. அவரை ஃபாலோ பண்ணி மட்டப் பண்ண ட்ரை பண்ணிருக்கீங்க. அது தப்பு இல்லையா சார்? ഞങ്ങൾ ആരെയും മട്ടപ്പെണ്ണ നോക്കിയില്ല സാർ. അതെന്താ വിജയ് ബാബു സ്വന്തം നീച്ചല്ല. ഇങ്ങനെ നിൽക്കണ ആരുടെങ്കിലും കയ്യിൽ നിന്ന് സൈക്കിൾ ചെയിൻ, ഹോക്കി സ്റ്റിക്, കത്തി, പിസ്റ്റൾ, ഒരു സിനിമ നെൽക്കെട്ടാവ് കിടച്ച ഇല്ലല്ല. ഇപ്പൊ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇന്റർവ്യൂ കേട്ട് പണിക്ക് ഉங்ககிட்ட என்ன எவிடன்ஸ் இருக்கு? இன்ட்ராகேட்ன்றா, எவிடன்ஸ்ன்றா, பெரிய பெரிய வார்த்தைலாம் பேசுறான். இப்ப என்ன பண்ணலாம் குமார்ண்ணே? பசங்க சைடும் கேட்போம் சார். எஸ் எஸ் எஸ், கரெக்ட் கரெக்ட் கரெக்ட். சரி சொல்லு, என்ன விஷயம்? அது அம்புக்காக. ஓ, அம்புக்காகவா? உங்களை யார் அம்பு? சார். ஓ, மிஸ்டர் அம்பு, அப்ப நீ தான் மெயின் இல்லைனா? சரி சொல்லு, என்ன விஷயம்? சொல்லு. மச்சான் இது எப்படி தொண்டை தாங்க முடியல. கரெக்டா பொண்ணுங்களுக்கு மட்டும் லாங் லைவ் கொடுக்குறாங்க. ஏய், உனக்கெல்லாம் கொடுத்தவன் என்ன பண்ண போறான்? അവിടെ ഉണ്ട് என்னாச்சுண்ணே? போனை எடுக்க மாட்டேங்கிறான் சார். எடுக்கிற வரைக்கும் ட்ரை பண்ணிட்டே இருங்க. ஓகே. ஆமா அம்பு சார், கதையில ஒரு சின்ன டவுட். ஹீரோக்கு ஹீரோயினை பிடிச்சிருக்கு, ஆனா ஹீரோயினுக்கு அது இப்போ என்னண்ணா முன்னாடி இருந்த சீன்ல சொன்னதை மறந்துட்டீங்களா? இங்க பாருங்க, ஹீரோ ஹீரோயின் கிட்ட காதல் சொன்னதுக்கு அப்புறம் கொஞ்சம் முன்னாடி நடந்த ஹீரோயின் ஹீரோவை பார்த்து சிரிச்சிட்டால. ஆமா, அப்போ ஹீரோயினுக்கு ஹீரோவை பிடிக்குமே. எஸ் எஸ் எஸ், கரெக்ட் கரெக்ட் கரெக்ட். ஹலோ ஹலோ விஜய், நான் திருவான்மியூர் போலீஸ் ஸ்டேஷன்ல இருந்து ஹெட் கான்ஸ்டபிள் குமாரன் பேசுறேன். சொல்லுங்க. எங்க எஸ்ஐ தல்லரசிகன் உங்களை உடனே பார்க்கணுன்றாரு. உடனே கிளம்பி ஸ்டேஷனுக்கு வாங்க. சார் இப்ப எங்கேயும் வர முடியாது சார். நாளை காத்தால தான் வர முடியும். என்னது? முடிஞ்சா காலைல வரேன். அவரை வெயிட் பண்ண சொல்லுங்க சார். டேய் என்னாச்சுண்ணே? வச்சுட்டான் சார். என்னதான் சொல்றான் அவன்? உங்க எஸ்ஐ எங்கேயும் போக வேண்டாம், இப்ப என்கிட்ட டைம் இல்ல, முடிஞ்சா காலையில வரேன்னு சொல்றான் சார். ஓ, சாருக்கு அவ்வளவு தானே விட்டா? ஏய், என்னன்னு போய் பாருமா சார். காஸ்ட்லி சரக்கு, നീല ടീഷർട്ട് ஃபாரின் சிகரெட்டு. என்னடா நடக்குது? என்னது, சிக்கனா மட்டனா? மட்டன் சார். ஓ, ஹலோ சார். குமார்ண்ணே கொஞ்சம் டேஸ்ட் பார்த்து சொல்லுங்களேன். சார், சாமி சார். எஸ் 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 எஸ், கரெக்ட் கரெக்ட் கரெக்ட். கொஞ்சம் வெங்காயம் கம்மியா இருக்கு, கொஞ்சம் வெங்காயம் ஜாஸ்தி போட்டு வச்சுக்கோங்களேன், சூப்பரா இருக்கும். டேய் சொர்ணகட்டி சார், இப்படி நீ என்ன பண்ற, இதை கட் பண்ற, குட்டி குட்டியா கட் பண்றான். ஓகே ஓகே சார். கட் பண்ணு. என்ன மச மசம் நிக்கிற? சார் சார் பண்றேன் சார். சார் வாட் இஸ் ஹேப்பனிங்க? என்ன நடந்துட்டு இருக்கு சாருங்க? அப்போ சார் தான் விஜய் பாபுவா? ஆமா சார். ரொம்ப பிஸியான ஆளு போல. ஸ்டேஷனுக்கு கூப்பிட்டா வரமாட்டேன், என்னையும் வீட்டுக்கு போகாம ஸ்டேஷன்லயே இருக்க சொல்லுவேன், இல்லைன்னா? ஆமா சார். இங்க ஃபீல் ஆயிடுச்சு. தம்பி விஜய் ஒரு மெலிசான கோடு, கோட்டுக்கு அந்த பக்கம் நான் ரொம்ப நல்லவன், கோட்டுக்கு இந்த பக்கம் நான் ரொம்ப கெட்டவன், புரியுதா? சார் இப்போ என்ன வேணும் சார் உங்களுக்கு? அது நம்ம தம்பிங்க ஒரு 4 பேர் கேரளால அது என்ன ஊர்னு? கோழிக்கோடு சார். கோழிக்கோடுல இருந்து உங்ககிட்ட ஏதோ முக்கியமா பேசணும்னு வந்திருக்காங்க. கரெக்ட் தானே பாண்டி? கரெக்ட்ண்ணா. ஸோ அவங்ககிட்ட நீங்க பேசணும் இல்லையா? அம்பு, சாரை கூப்பிட்டு போய் பேச வேண்டியதெல்லாம் பேசி முடிச்சிருமா? சரி சார். போங்க சார். போங்க சார்.
டேய் சொர்ண கட்டி நீ என்ன பாத்துட்டு கட் பண்ணு പണ്ടോ സാർ എന്താ കാര്യം? ബോസേ, ബോസിന്റെ എൻഗേജ്മെന്റ് അല്ലേ അടുത്ത മാസം? അതിന് അത് നടക്കൂല ബോസേ. നടക്കില്ലേ? അതെന്താ? അതെന്താന്ന് വെച്ചാ ബോസ് കെട്ടാൻ പ്ലാനറ്റ് കുട്ടിയുടെ പേര് നിധി എന്നല്ലേ? നിധി. അതെ. ആ, നിധിയുടെ അച്ഛൻ വിനോദുണ്ട്. വിനോദങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ നിൽക്കുന്ന അമ്പുവിന്റെ അച്ഛൻ നരേന്ദ്രൻ. അല്ല, നിങ്ങളെന്താ കാര്യം എന്ന് വെച്ചാ പറ. ചേട്ടാ, നിധിയെ എനിക്കിഷ്ടമാണ്. ആ വിനോദ്, ചക്രവാണി ഉണ്ടല്ലേ? ഭാഗത്തോട്ടി വേണ്ട. എന്താ എന്റെ മോഹം അല്ലാണ്ടിരിക്കുന്നത്? വല്ലാണ്ടാവും. എന്റെ മോടെ കല്യാണം മുടങ്ങി. മുടക്കിന്ന് പറയും വിനോട്ടാ. നിങ്ങളെ മോൻ അമ്പു മോന്റെ ചങ്ങായിമാർ കൂടി ആ ചെക്കന്റെ വീട്ടിൽ പോയി പറഞ്ഞിക്ക ഓനും വിനോട്ടന്റെ മോളും കൂടി പ്രേമത്തിലാണെന്ന്, ഒഴിഞ്ഞു പോണെന്ന്. ചോറയാക്കണൊക്കെ ഒരു കണക്കുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് ഇറ്റികളൊക്കെ കളി. പിന്നെ പറ്റിയത് പറ്റി. ഈ ബേജാറല്ലേ? നമുക്കതൊന്ന് ആലോചിക്കോടൂ. ആലോചിക്കാൻ നിങ്ങൾ പറയണേ? എന്നോട് ചോദിച്ചില്ല. വിനോദേ, ഈ കേക്ക, എന്റെ മോനും എന്റെ മോളും അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകുന്നത് നല്ലതല്ലടാ. എന്റെ മോക്ക് എന്റെ മോൻ നന്നാവും. അന്റെ പൂതി കൊള്ളാം. നല്ലതെന്ന് പറയാൻ എന്താണ് എന്റെ മോനുള്ളത്? ഏണസ്റ്റ് എന്നൊരു പേരും കുറെ തല്ലിപ്പൊളി ചങ്ങായിമാരും. പഠിക്കുന്നതോ ആർട്സ് കോളേജിൽ ബികോം. ആർക്ക് വേണോടാ? അതൊക്കെ പോട്ടെ, ഏതാടോ ഓന്റെ ജാതി, ഓന്റെ മതം? സ്വന്തം എന്ന് പറയാൻ ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാത്തൊരു വെടക്കിന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണം. വിനോദേ, നീ വേണ്ടാത്ത വർത്തമാനം പറയരുത്. ഇങ്ങളിപ്പൊ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. ജാതി മതം നോക്കാണ്ട് ഒരു പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവരുമ്പോ ആലോചിക്കണായിരുന്നു. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ തെരുവ് പട്ടീന്റെ വില കൂടി ഉണ്ടാവില്ലാന്ന്. ഓരോ ഹലാക്കിന്റെ അവിലും കഞ്ഞി ആയിട്ട് വരും. അപ്പോ പിടിച്ച് പുറത്താക്കണവനെ. പോവാ. നമ്മൾ തമ്മില് നീ ഒരു ബന്ധമില്ല. ഇന്നത്തോടെ കഴിഞ്ഞുമല്ല. അന്റെ അനിയനെ ഉണ്ടല്ലോ, കാണാം. ഹലോ. ആ പോട്ടെ, എവിടെ എത്തിയെന്നറിയില്ല. ഒരു 3-4 മണിക്കൂർ എടുക്കും. എപ്പോ? ആ പോട്ടെ. എന്താടാ സീന? വാ ഇരിക്കെ. കഴിക്കേ. നീ ഇരിക്കേ. ഇരിക്കേ. കഴിക്കണം. ഇന്നലെ ഞാൻ കാരണം എല്ലാവർക്കും നാണക്കേടായി. അച്ഛാ, അപ്പട്ട സോറി. എൻ്റെ മക്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കണമെന്ന് തോന്നുന്നു. തോന്നലല്ല, ചോദിക്കണം. എന്താ സഖാവേ? അപ്പോ അമ്പു, ഒരു ജാതിയുടെ മതത്തിന്റെ പേരിലല്ല ഞങ്ങൾ നിങ്ങളെ വളർത്തിയത്.
അത് തെറ്റായിരുന്നെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഉണ്ടോ? അത് തെറ്റായി പോയിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സഖാവ് സെന്റിമെന്റ്സാ. അല്ലടേ, ചോദിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. എൻ്റെ മക്കളെ എനിക്കറിയാം. പക്ഷെ നാളെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ വളർത്തി അത് ശരിയായില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ, അതിന്റെ പേര് നിങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നിയ, അത് സങ്കട, അത് സെന്റിമെന്റ്സാ. എന്റെ സഖാവേ, ജാതി മതം ഒന്നുമില്ലാതെ ഞങ്ങളെ വളർത്തിയത് തന്നെ നിങ്ങൾ രണ്ടാളും ഞങ്ങളോട് ചെയ്ത ശരി അല്ലടമ്പോ? ആ, സഖാവ് നരേന്ദ്രന്റെയും ഉമ്മുന്റെയും മക്കൾ, അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ലല്ലോ. അതിനേക്കാളും വലിയ ഐഡന്റിറ്റി ഒന്നും ഇല്ല. കേട്ടോടേ കഴുതേ, എന്റെ മക്കള് പറയുന്നത് കേട്ടോ? ഇപ്പൊ സമാനായില്ലേ? അത് ശരി. അപ്പൊ ഉമ്മുവാണല്ലേ ഈ പൊറോട്ട നാടകത്തിന്റെ പിന്നില്? നിങ്ങള് കുറച്ച് പഞ്ചസാര തരീ. ഈ പഞ്ചസാര കഴിക്കണ്ട, ഷുഗർ ബോർഡറില്ല. പിന്നെ ബോർഡർ ഞാൻ യുദ്ധം ചെയ്യാൻ പോവല്ലേ? ഇങ്ങോട്ട് താ ഉമ്മു. ആയിട്ടില്ല. ഇപ്പൊ ആവോ? ആവുമ്പോ അറിയും. എന്നാലോ എന്ത് ചടപ്പനാണ്. എന്തായാലും കല്യാണം മുടങ്ങില്ല, അത് സമാധാനം. ഇങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കത്തിക്കാം. വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ, സമയമായി. വാ. ഇതും കേട്ടാ എന്താ ഈ കാമുകന്മാർക്ക് മതിൽ ചാടണമെന്ന് നിർബന്ധമാണോ? മഴയെ തന്നെ വരുന്നല്ലേ എനിക്ക്. മഴയുണ്ടാവുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കൂല. ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നതേ. ഒന്നും പറഞ്ഞില്ല. അമ്മ എണീറ്റ്. അപ്പോളോ ഉറങ്ങായിരുന്നു. ഉറങ്ങിക്കോട്ടെ. അല്ല, എന്തിനാ ഇവിടെ വരെ വന്നേ? വെറുതെ ഓളൊന്ന് കാണാൻ. 3 ദിവസമായില്ല. 3 ദിവസം കണ്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ ഇതിനോട് പറയുന്ന അറിയുന്നുകൊണ്ട് മഴ നനച്ച് കാമുകണ്ട. ഞാനല്ലോ മോനൊന്നും പറഞ്ഞില്ല. പറയാം. അതിനു മുമ്പ് എനിക്ക് നിധിയോടൊന്ന് സംസാരിക്കണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, അതിനെന്താ, വിളിക്കാം. മോളെ നിധി, നിധി. വേണ്ട ആന്റി, വിളിക്കണ്ട. ഞാൻ അങ്ങോട്ടേക്ക് കണ്ടോളാം. മുകളിലത്തെ റൈറ്റ് സൈഡിലുള്ള ആദ്യത്തെ റൂമാ. താങ്ക് യു.
ആ Nidhi, may I come in? It's a nice room. എന്തിനാണെന്നും പറഞ്ഞില്ല എന്നോട്. നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റടാ പേടിയും കുറെ നേരം വന്നിട്ട്. ഏയ് 4 മണിക്കാണെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ 3:30 എത്തി. ഇപ്പൊ സമയം കൃത്യം 5:30. 2 മണിക്കൂർ അത്രേ ഉള്ളൂ. സോറി ഗൈസ്, ആകെ തിരക്കായി പോയി. പെട്ടെന്നാണ് മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തത്. അപ്പൊ അതിന്റെ ഓരോരോ അപ്പോഴേക്കും മാരേജ് ഫിക്സ് ചെയ്തു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. നിങ്ങളന്ന് എന്നോടെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം അറിഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. താങ്ക് യു അമ്പു. താങ്ക്സ് അലോട്ട്. എന്നിട്ട് എപ്പോഴാ കല്യാണം? ഈ വരുന്ന 12-ാം തീയതി. ഏയ് 12-ാം തീയതി പറയുമ്പോ എനിക്ക് കഷ്ടി 10 ദിവസമല്ലോ. അപ്പൊ നമ്മളെ വിളിക്കുന്നില്ല കല്യാണത്തിന്? അതിനല്ലേ വന്നത്. കാർഡ് കിടക്കും. നിനക്കിത് എന്തിന്റെ കേടാ വണ്ടി? ഫുഡ് അടിക്കാറ്. ഈ വരണ ഞങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും വരണം. ഹായ്, നല്ല കടല്ലേ? ഐശ്വര്യമുണ്ട്, അടിപൊളി. നിധി വി പിള്ളൈ. അമ്പുവിന്റെ അച്ഛൻ നരേന്ദ്രൻ. നരേന്ദ്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ വിനോദ്. ആ വിനോദിന്റെ മോള് നിധി. കൊറേ പെണ്ണുണ്ടോ കണ്ടുണ്ട്. അവസാനം ഒത്തു വന്നപ്പോ അവിടെ പ്രശ്നക്കനട്ടി. എന്താ ചെയ്യ? അല്ലൊന്ന് ആലോചിച്ച് നോക്ക്. കഷ്ടല്ലേ? ഓൾക്ക് നിന്നെ വേണ്ടടോ. എന്നെ കല്യാണം കഴിക്കാൻ ഓള് സമ്മതിച്ചു. അന്നെ വേണ്ടാത്തുള്ള എനക്കെന്തിനാ? ഈ വിട്ടാളാ. നിധി നല്ല മോള. ചൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഷീ ചൂസ് ബെറ്റർ. അല്ല, അങ്ങനെ കണ്ടാ മതി മോനെ. ഒരു പ്രേമം തൂറ്റിയ വേറൊന്ന്, അതും തൂറ്റിയ വേറെ. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അല്ലാണ്ട് പിന്നോട്ട് വന്ന് വീണ്ടും ഒരു പ്രശ്നക്കാരനായിട്ട് നീ മുന്നിൽ നിൽക്കരുത്. ഓക്കെ അല്ലേ? എന്നാ കല്യാണത്തിന് കാണാം. വേണ്ട. ഹായ്. ഓ പിണങ്ങി പോവാ. അമ്പു അമ്പു പറഞ്ഞേക്കടാ. വണ്ടി എടുക്കണ്ട. വണ്ടി എടുക്കണ്ട. എങ്ങോട്ടാണ് നീ? പറയണേക്കടാ അളിയാ. എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ? ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഗ്രൗണ്ടിലെത്തും. നീ വേഗം റെഡിയാ, നമുക്ക് പോവാം. ഞാനില്ല അളിയ. എന്താണ് അളിയ, ഈ രണ്ട് രസമില്ലടാ. ആകെ മൊത്തം പോറ. ആർക്കൊരു ഉഷാറില്ല. ഗ്രൗണ്ടിലിറങ്ങി ബാറ്റ് കൊണ്ട് 2 തട്ടൊക്കെ തട്ടുമ്പോ മൂടി ശരിയാവും. ഞാനില്ല പാണ്ടി. വെറുപ്പിക്കാണ്ട് പോന്നി. വെറുപ്പിക്കില്ലേ? ഞാൻ ഞാൻ അത്രേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടെ, സന്തോഷായി. അളിയ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എനിക്ക് പറ്റുന്നില്ല.
മനസ്സിന് തീരെ സുഖമില്ലടാ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കുത്തിരുന്ന എങ്ങനെ മനസ്സിന് സുഖം ഉണ്ടാവുക? ഞാൻ പറയുന്ന കേക്ക്. ഞാനല്ലേ വിളിക്കുന്നേ. വാ. എന്താടാ എന്തു പറ്റി? നോക്കപ്പോട്ടാ കളിക്കാൻ വിളിക്കും വെറുത്തുപോയി കളി കളിക്കുന്നു. നിങ്ങൾ പറ എന്താടാ? എനിക്ക് തീരെ വയ്യപ്പോട്ടാ. എന്ത് വയ്യായ? ഒരു വയ്യായല്ല. ദേ നീ റെഡിയാവ്. ഇന്ന് ഞാനുണ്ട് കളിക്കാൻ. നിങ്ങളും ഉണ്ടോ? എന്താ എന്നെ കളിക്കാൻ കൂട്ടില്ലേ? പിന്നെ അല്ല. വാ ഇന്ന് കളി പൊളിക്കും. എണീക്ക് ബാ ബാടാ. ഇന്ന് ചൊറയാവും. എന്നാടാ ഇവിടെ നിൽക്കുന്നത്? വാ, ഗ്രൗണ്ടിൽ വേറെ ടീമുണ്ട്. ഇന്നിനി കളിക്കണ്ട. ഒന്ന് പോടാ അവിടെ. നിന്നെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റ പാടാനൊക്കറിയില്ല. കളി വേണ്ടെന്ന് പള്ളി പോയി പറഞ്ഞാൽ മതി. വേണ്ടളിയാ, ഇന്ന് എനിക്ക് കളി വേണ്ട. വേണം. അല്ല നമ്മളെ ഗ്രൗണ്ടിൽ കയറി കളിക്കാൻ ഉമ്മാരാരാ? എന്താ പാണ്ടി പ്രശ്നം? ഏട്ടാ ഗ്രൗണ്ടിൽ വേറെ ടീം കയറി. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന്. നീ അവരുടെ മാച്ചിനുണ്ടോ ചോദിക്കും. അവന്മാര് മാച്ച് റെഡിയാവും തോന്നുന്നില്ല. അതെന്റെ തോന്നലല്ലേ? അപ്പൊ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ചോദിച്ചിട്ട് വാ. പാണ്ടി നിക്ക്, പറയുന്നു കേക്കടാ. നിക്കേ, വന്നിട്ട് കേക്കാം. പാണ്ടി നിക്ക് ഡാ. നടങ്ങ്. ബോസേ മാച്ചിനുണ്ടോ? ഇതാ ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. വാ. കല്യാണം മുടക്കില്ല. മാച്ച് ഉണ്ടോന്ന് വെച്ചിട്ട് പോവാണോ? മാച്ചിന് ഞങ്ങൾ റെഡി. പക്ഷേ ഈ കോല് കളിക്കല്ല, പന്ത് കളി. നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ? ആന്നേ. അയ്യോ, ഞങ്ങള് വരുന്നവരെ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ടേ? ഒന്നും സാരില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് വരും. ഉഷാറായിട്ടല്ലേ? ചക്രവാണി ചക്രവാണി ഭക്ഷണം കഴിച്ചില്ലേ? നോക്കി ശ്രദ്ധിച്ച് നടക്കി മക്കളെ. വിനോദ അവനുണ്ടോ? അങ്ങോട്ട് എന്ന് നോക്കി ചക്രവാണിയെ. എപ്പോ എത്തി? പോരാ. നമ്മുടെ വിനോദിന്റെ മോളുടെ കല്യാണമാണ്. വിനോദിന്റെ മോളുടെ കല്യാണം നമ്മുടെ വീട്ടിലെ കല്യാണം പോലെയാണ്. മതി മതി മതി, പേടിക്കാണ്ട് അടിക്കണ്ട വിനോദ് ഭായി. ഒന്ന് വന്നേ. എന്താ? ഒറ്റ മിനിറ്റ് ചക്രവാണി നീ ഒന്ന് പിടിപ്പിക്ക്. അടിക്കേ. എന്താടാ? നിങ്ങൾ ഇങ്ങോട്ട് വരി. ആ നടേന്ദ്രനും പെണ്ണുങ്ങളും വന്നിരിക്കുന്നു. അവിടൊക്കെ ഉണ്ട്. ഇവിടെ വിനു, ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടതിഥികളാണ് വന്നിരിക്കുന്നത്. ആദ്യം വരണ്ടാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഏറ്റവും അടുത്ത ചങ്ങായിൻ്റെ കുടുംബത്തിൽ സന്തോഷം നടക്കുമ്പോൾ അവിടെ ഉണ്ടാണെന്ന് തോന്നി. വന്നു. അത്തേക്ക് വരാലല്ലേ? വാ വാ ഉമ്മ. ഈ വന്നല്ലോ, വരാണ്ടിരിക്കാൻ പറ്റൂടാ. ചക്രവാണി, നാളത്തെ സദ്യന്റെ കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഒക്കെ റെഡിയാണ്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ട് ഇല വരയ്ക്കാൻ മുഹൂർത്തം വരെ കാത്തു നിൽക്കണ്ട. ആയിക്കോട്ടെ, വേണ്ടവര് വന്ന് കഴിച്ചിട്ട് വെക്കോട്ടെ. തിരക്കല്ലേ? നിങ്ങൾ ഇരിക്കേ. കാര്യങ്ങൾ ഈ അവിടെ നിൽക്കേ.
ചക്രാണിയങ്ങളെ ഒന്ന് ഈ മാറി പിള്ളേരെ കൊണ്ട് This is my uncle Suresh. Acha. Say hi, Acha. ഹായ് വിമലേ ഈ ഇതെല്ലാം കൊണ്ട് എങ്ങോട്ട് പോവാ? ആ അലമാരയുടെ താക്കലുണ്ടോ? എന്തിനാ? ക്യാഷ് വേണം. ദേ, ആവശ്യം കഴിഞ്ഞ അലമാര പൂട്ടി താക്കോൽ കൈ തന്നെ വെച്ചേട്ടോ. അതൊന്നും എടുത്തേ. അതെ മോളെ നിധി എന്താ അമ്മ നീ കൊണ്ടുവെക്ക. ഓക്കെ അമ്മ, ഞാൻ വെച്ചിട്ട് വരാം. ഇപ്പൊ വരാം. കിച്ചണിൽ നിൽക്കുന്നു. എന്താ ഇവിടെ അയൽക്കാട്ട പ്രശ്നം? എല്ലാരും പറഞ്ഞു നിധിക്ക് അമ്പുവിനോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിധി കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. എന്നെ ഇഷ്ടമായിരുന്നില്ല, ഇഷ്ടമില്ല എന്നോട്. എല്ലാം അമ്പുവിന്റെ തോന്നലായിരുന്നു. തോന്നിപ്പിച്ച എന്തിനാ എന്നെ? ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാതെ തിരിഞ്ഞ് നടന്ന എന്തിനാ? എന്നെ നോക്കി ചിരിച്ചത് എന്തിനാ? നിധി അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. വിജയ്, നിനക്കെന്നെ വേണ്ടാന്ന് പറയാം. എന്നെക്കാളും ബെറ്റർ ഓപ്ഷൻ കിട്ടിയപ്പോ നീ അത് ചൂസ് ചെയ്തു എന്ന് പറയാം. അയാളാരാ എന്നോട് ഉണ്ടാക്കാൻ? പറയേണ്ടത് നീ വേണ്ട. എന്നെ വേണ്ടെന്ന് കേട്ടാ അത് മതിയാവുമ്പോന്. എന്നാ നല്ലോണം കേട്ടോ, എനിക്ക് അമ്പൂനെ വേണ്ട. ഐ ഹേറ്റ് യു. നാളെ എന്റെ കല്യാണം. എന്റെ കല്യാണത്തിന് എനിക്ക് സമ്മതമാണോന്ന് ഇവിടെ ആരും ചോദിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നീ കാരണം. ഒരു പക്ഷേ ഇങ്ങനൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യാൻ എന്റെ അമ്മ? ഞാൻ വിളിച്ചിറങ്ങി വരുമോ? നീ വിളിക്കരുത് പ്ലീസ്. വിളിച്ചാ വന്നു പോകും ഞാൻ. അത് പാടില്ല. അമ്പൂന്റെ അച്ഛനും അമ്മയും വേദനിപ്പിച്ച അമ്പൂനത് സഹിക്കുവോ? സഹിക്കില്ല. അതുപോലെ തന്നെ
അമ്പു എന്തായിടാ എന്റെ കയ്യിലില്ല. അതും അവിടെ കൊണ്ട് കളഞ്ഞു. കളഞ്ഞു, അതും കളഞ്ഞു, ഒക്കെ കളഞ്ഞു. സന്തോഷമായില്ലേ ഇപ്പൊ? സന്തോഷിക്കാം, സന്തോഷിക്കാം. അമ്പൂടാ ഹലോ, നിധി എന്താണ് മോളെ? അമ്മയാണ് മോനെ. ഹലോ. ഹലോ അമ്മ. എന്താ മോനെ, എന്താ വിളിച്ചത്? അല്ല, ഞാനേ നിധിക്കൊന്ന് ഫോൺ കൊടുക്കോ? എന്തായി കാണിക്കുന്നത്? മോളെ നിധി, വിളിച്ച നിനക്ക് വിളി കേട്ടൂടെ? നിധി, നീ എന്താ ആകെ നനഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല. വിജയ, എനിക്ക് അയാളോടൊന്നും പറയാനില്ല. സംസാരിക്കേ പിടിക്കേ. ഹലോ. എന്ത് കാര്യത്തിന് ചക്രവാണി ചക്രവാണി. എന്താ പാണ്ഡ്യോടെ വീണളിയോ? നമുക്ക് ഒരുമിച്ച് പോവാം, ഒരുമിച്ച് ആടിപ്പോ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നീ ആയിട്ട് അങ്ങോട്ട് ചെല്ലാൻ നിക്കണ്ട. നീ അമ്പുരുളി 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 വിളിക്കാം, പെട്ടെന്ന് വിളിക്ക്. ഇല്ല, കിട്ടുന്നില്ല. ഈ ഇടക്ക് ഞാൻ പോയി നോക്കിട്ട് വരാം. അങ്ങോട്ട് പോവാല്ലേ? എന്താ നീ ഇവിടെ? ഞാൻ കാണാൻ. ആരെ കാണാൻ? അത് ഗീതുനെ. എന്നെ കാണാനോ? ഈ തേങ്ങാപ്പുരല്ലോ. നാളെ ഗീതുവിന്റെ പുരയിലേക്ക് വരാം. എവിടെ പോയി വിളിച്ചാലും പോക്കുമല്ലേ നമ്മള്. അത് ശരി. കമ്പി പൈപ്പ്. ഹലോ, വരണില്ലേ? വേഗം ആക്ക് സഖാവേ. ആ അമ്പു അമ്പു വേഗം പാടാ, പാണ്ഡ്യാളെ പെട്ട്. പുറത്തേക്ക് ഇറങ്ങ എന്താ ചെയ്യാ? പുറത്തേക്ക് ഇറങ്ങ എന്താ ചെയ്യാ? എനിക്കറിയോ? എന്നോടാണോ ചോദിക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. എനിക്കും അറിയില്ല. എനിക്കും അറിയില്ലെന്ന്. നന്നായി. ഇങ്ങോട്ട് വാ.
പോവാം. നമുക്ക് അറിയോ? അപ്പോ വരാൻ തോന്നി നന്നായടാ. ഇവരെന്താ അങ്ങോട്ട് പോകുന്നത്? ആരടാ? ദുബായിലെ എന്റെ ചങ്ങായിയാണോ നോക്കിയതാ. എന്താ? ഞാനൊരു ആപ്ലിക്കേഷൻ തന്നിരുന്നു. ഒരു ലവ് ലെറ്റർ. അതിന് മറുപടി കിട്ടിയില്ല. അയ്യോ അതല്ല, ഇവിടുന്ന് പോകാനൊരു വഴിയുണ്ടെന്ന്. ഓ ആ യെസ്. എന്താ വഴി? എന്താ? ആ ലൈറ്റ് എല്ലാം ഇപ്പൊ ഓഫാവും. എന്ത് നോക്ക? അല്ല ലൈറ്റ് ഓഫ് ആന്ന് പറഞ്ഞില്ലേ? അയ്യോ അതെല്ലാം ഞാനിപ്പോ പോയി ഓഫ് ചെയ്യൂന്ന്. നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോണോ? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ പോണോന്നുണ്ട്, ഇപ്പൊ പോണ്ടെന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഇപ്പൊ ഈ ലൈറ്റ് എല്ലാം ഓഫാവും. അപ്പൊ ഇവിടെ നിന്ന് പുറത്തു പോയിക്കോളാം. ഓക്കെ? വല്ല മനസ്സിലാവുന്നുണ്ടോ? വല്ല മനസ്സിലാവുന്നുണ്ടോന്ന്? മോനെ നീ എവിടെയായി നടക്കുന്നേ? കുട്ടു, നീ വല്ലതും കഴിച്ചാ? എപ്പോ നോക്കിയാലും മൊബൈലിൽ കളിയാ. ഇങ്ങോട്ട് വാ, വന്ന് കഴിക്ക് വല്ലതും. ഇങ്ങോട്ട് വന്ന് വല്ല കഴിക്കാൻ. ഇങ്ങോട്ട് വാ. അമ്മ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തില്ല. അമേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ. നിങ്ങൾ വല്ല കഴിച്ചാ? അച്ഛാ എന്റെ ഫോണൊന്നും എടുത്തോട്ടെ അമ്മ. വാ ഇങ്ങോട്ട്. എനിക്കിപ്പോ എന്താ മോളെ? വേണ്ടമ്മ. എന്ത് പറ്റടാ? അച്ഛനോട് പറ. ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറ്റൂ? എനിക്കവിടെ വേണ്ട, ഇഷ്ടമല്ല എനിക്ക്. ഐ വോണ്ട് ബി ഹാപ്പി. അതൊക്കെ മോളെ തോന്നല. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഒക്കെ ശരിയാവും. ശരിയാവില്ല അച്ഛാ. മനസ്സ് മുഴുവൻ ഒരാളെ സ്നേഹിക്കുമ്പോ വേറാണ്ട് കൂടെ എങ്ങനെ ജീവിക്കാനാ? എനിക്ക് കഴിയില്ല അച്ഛാ. അമ്മു എനിക്കാണ് ഇഷ്ടം അച്ഛാ. ഐ ലവ് ഹിം. പ്ലീസ്. ഒരമ്പും എന്റെ മനസ്സിൽ നിർത്തി കളഞ്ഞേക്കോനെ. അതാ അനക്കും എല്ലാവർക്കും നല്ലത്. ഉമ്മക്ക് പറ്റിയ കൂട്ടരല്ലടി. ജാതിയില്ല, മതമില്ല, പണമില്ല. അങ്ങനെ ഒരുത്തൻ എന്നെ പിടിച്ചു കൊടുത്താ നാട്ടുകാർ, കുടുംബക്കാർ, ഇവരോടൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. എന്റെ ലൈഫിനെക്കാളും വലുതാണോ അച്ഛാ നാട്ടുകാരും കുടുംബക്കാരും? എനക്കൊന്നും കേൾക്കണ്ട. ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വിജയ് കൊണസൂറാൻ എന്നെ തന്നെ കെട്ടെന്ന് പറഞ്ഞ് നിൽക്കുക. ഓനം കിട്ടി എന്റെ മോളൊന്ന് പോ. എനിക്കവിടെ വേണ്ട, ഇഷ്ടമല്ല എനിക്ക്. ഐ വോണ്ട് ബി ഹാപ്പി. അതൊക്കെ മോളെ തോന്നല. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഒക്കെ ശരിയാവും. ശരിയാവില്ല അച്ഛാ. മനസ്സ് മുഴുവൻ ഒരാളെ സ്നേഹിക്കുമ്പോ വേറാണ്ട് കൂടെ എങ്ങനെ ജീവിക്കാനാ? എനിക്ക് കഴിയില്ല അച്ഛാ. അമ്മു എനിക്കാണ് ഇഷ്ടം അച്ഛാ. ഐ ലവ് ഹിം. പ്ലീസ്. ഒരമ്പും എന്റെ മനസ്സിൽ നിർത്തി കളഞ്ഞേക്കോനെ. അതാ അനക്കും എല്ലാവർക്കും നല്ലത്. ഉമ്മക്ക് പറ്റിയ കൂട്ടരല്ലടി. ജാതിയില്ല, മതമില്ല, പണമില്ല. അങ്ങനെ ഒരുത്തൻ എന്നെ പിടിച്ചു കൊടുത്താ നാട്ടുകാർ, കുടുംബക്കാർ, ഇവരോടൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും. എന്റെ ലൈഫിനെക്കാളും വലുതാണോ അച്ഛാ നാട്ടുകാരും കുടുംബക്കാരും? എനക്കൊന്നും കേൾക്കണ്ട. ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വിജയ് കൊണസൂറാൻ എന്നെ തന്നെ കെട്ടെന്ന് പറഞ്ഞ് നിൽക്കുക. ഓനം കിട്ടി എന്റെ മോളൊന്ന് പോവാ. എനക്കെന്റെ അഭിമാനം വലുത്. ഇതൊന്നും നടത്തിയെടുക്കാൻ ഇപ്പൊ തന്നെ ലക്ഷങ്ങൾ പൊടിച്ചിരിക്കുക. ഇനിയും മുടക്കണമെങ്കിൽ ഇനിയും മുടക്കും. എന്നിട്ട് ഈ കല്യാണം ഞാൻ നടത്തും. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഞാനൊന്ന് പറയുന്നു. മോനായി പോയി. ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല. കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല. അമ്മോ പ്ലീസ്.
വീട്ടിൽ വീണാട്ടാ ഇവനാണ് നേരത്തെ എന്റെ മേലിൽ ചാടി വീണത്. ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവനാ. എന്താ വിനോദ് ഭായ് ഇത്? ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഹലോ ഹലോ, ഞാൻ രേവതി കുഞ്ഞ മേഡം വരുമ്പോ ഗിരീഷിന്റെ അനിയൻ സുമേഷിന്റെ ഭാര്യയല്ലേ അതേടെ ചേട്ടനാട്ടോ. ആരാ? സത്യൻ ദുബായിന്നേ. എന്താ വിനോട്ട് ആടെ എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? നിങ്ങൾ പെണ്ണ സമ്മതില്ലാണ്ടാണ് കല്യാണം നടത്തണെന്ന് അറിഞ്ഞല്ലോ. ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ എല്ലാം ലൈവായിട്ട് വിളിച്ചു പറഞ്ഞ്. ലൈവോ? എന്ത് ലൈവ്? നിങ്ങളെ മോനെ നോക്കി, മോന്റെ കയ്യില് മൊബൈൽ നോക്കി, നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. ചേച്ചീസ് പാർട്ടി. ഇവിടെ ഇപ്പോൾ എല്ലാ റിലേറ്റീവ്സും വന്നിട്ടുണ്ട്. ചേട്ടാ ദേ നോക്കിയേ, പെണ്ണുകൂട്ടുകാർ ലൈവ് വീഡിയോ. ഈ ചെക്കന് നേരെ ഫോൺ പിടിക്കാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഓട്ടത്തോടോട്ടോ. നീ വല്ലതും കഴിച്ചാ? എപ്പോ നോക്കിയാലും മൊബൈലിൽ കളിയാ. ഇങ്ങോട്ട് വന്ന് വല്ല കഴിക്കാൻ. ഇങ്ങോട്ട് വാ. ഏത് നേരം മൊബൈലും കൂടി ഇങ്ങനെ കറങ്ങി നടന്നു. ഒരു വക കഴിക്കാൻ വേണ്ട, കുടിക്കാൻ വേണ്ട. അവന്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ വല്ല കഴിച്ചാ? അച്ഛാ ഫോണൊന്നും എടുത്തോട്ടെ. വാ ഇങ്ങോട്ട്. എനിക്ക് ഫുഡ് വേണ്ട. വന്നിട്ടാണ് വന്നിട്ട് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറ്റൂ? എനിക്കത് വേണ്ട, ഇഷ്ടമല്ല എനിക്ക്. ഐ വോണ്ട് ബി ഹാപ്പി. മനസ്സ് മുഴുവൻ ഒരാളെ സ്നേഹിക്കുമ്പോ വേറൊരാളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാ? എനിക്ക് കഴിയില്ല. അച്ഛാ, അമ്മു, എനിക്കവന് ഇഷ്ടം അച്ഛാ. ഐ ലവ് ഹിം. എനക്കൊന്നും കേൾക്കണ്ട. കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വിജയ് കൊണസോറാൻ അന്നെ തന്നെ കിട്ടണം പറഞ്ഞ് നിൽക്കുക. ഓനം കിട്ടി എന്റെ മോളൊന്ന് പോവാ. ഇത് നടക്കുന്നൊന്നുമില്ല. കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വിജയ് കൊണസോറാൻ അന്നെ തന്നെ കിട്ടണം പറഞ്ഞ് നിൽക്കുക. കഷ്ടം. നിങ്ങളെ മോളിൽ കൂട്ടി ഓൾക്ക് ഓനെ ഇഷ്ടാണെങ്കി ഓരെ ജീവിക്കാൻ പോണം. ഇങ്ങോട്ട് വന്ന് വല്ല കഴിക്കാൻ. ഇങ്ങോട്ട് വാ. നീ വല്ല കഴിച്ചാ? ഐ വോണ്ട് ബി ഹാപ്പി. എനിക്കത് വേണ്ട. അനക്ക് കിട്ടിയ അമ്പു എന്താടാ? അവരെന്ത് തീരുമാനം എടുക്കുന്നു നോക്കണ്ടായാലും കഷ്ടായി. കേൾക്കുന്നില്ല. അടിച്ചതെല്ലാം പോയി. എനിക്കവന് ഇഷ്ടം അച്ഛാ. ഐ ലവ് ഹിം. എനിക്കവന് ഇഷ്ടം അച്ഛാ. ഒന്ന് തോറ്റിയാ മറ്റൊന്ന്.
അതും തോറ്റിയ വേറെ. അങ്ങനെ മുന്നോട്ട് 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 പോവാ. ഹലോ ഹലോ എന്തൊക്കെയായിരുന്നു ഫുട്ബോൾ കളി, ബീച്ചിൽ വന്ന പഞ്ച ഡയലോഗ്, ആ പെൺകുട്ടി ഇത്രയും ബുക്ക് വായിക്കുന്നാളെന്ന് അറിയുമ്പോഴെങ്കിലും ഞാൻ മാറണമായിരുന്നു. ഇറ്റ്സ് മൈ ഫാദേഴ്സ് മിസ്റ്റേക്ക്. ഇനി വിജയ പെണ്ണിട്ടില്ല. ഗുഡ് ബൈ. എല്ലാരും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? കളിക്കാൻ വേണ്ട ഫുട്ബോൾ. ഒന്നുകൂടി പ്ലേ മതി, നമുക്ക് പോവാം. നല്ല വിശപ്പ്. ജിനാനി പോയി പുട്ടും കാണാടിക്കാം. അത് കൊള്ളാം, ഉഷാറാവാ. നേരം പോണിട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യടാ, വരാനുള്ളവരൊക്കെ വരട്ടെ. ബസ് വെയിറ്റ് ചെയ്യണം. ശരി മക്കളെ. കോയക്ക പ്രാർത്ഥിക്കണേ. ഇപ്രാവശ്യം നിങ്ങളെ പടം നടക്കും. പടച്ചോ നിങ്ങളെ സഹായിക്കും. പോയിട്ട് വരി. ആയിക്കോട്ടെ പോലെ. എന്താ ഇത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ദേഷ്യായോ? ശരിക്കടാ. ടിക്കറ്റ് നീ എടുക്കില്ലടാ. മഴ പെയ്യോ? കുട ഞാൻ എടുത്തിട്ടുണ്ട്.